ഓക്കെ ഓക്കെ. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസസ് എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററില് നിങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമ്മുടെ പ്രോട്ടോസോൺ ഡിസീസസ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളത്. അതൊക്കെയാണ് മലേറിയയും അമീബയാസിസും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ നിർത്തിയത് അല്ലെ. അപ്പം നമ്മുടെ മലേറിയ നോക്കുമ്പോൾ മലേറിയക്ക് ഏതൊക്കെയാണ് പ്ലാസ്മോഡിയം വൈവാക്സും പ്ലാസ്മോഡിയം മലേറിയ പ്ലാസ്മോഡിയം ഫാൽസിപ്പാരം എന്ന് പറഞ്ഞിട്ടുള്ള പ്രോട്ടോസോണിലൊക്കെയാണത് കോഴ്സ് ചെയ്യുന്നത്. ഫാൽസിപ്പാരം ആണ് അവിടെ എന്ത് ചെയ്യുന്നത്? മാലിഗ്നന്റ് മലേറിയ ആണ് കുറച്ചുകൂടി ഡെഡ്ലി ആയിട്ടുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള മലേറിയ എന്ന് പറയുന്നത്. അനോഫിലസ് മോസ്കിറ്റോ ആണ് അതിന് വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഹൈ ഫീവറും ചിൽസും ഒക്കെയാണ് അത് ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പിന്നെ അമീബയാസിസ് എന്ന് പറയുമ്പോൾ എൻഡമിക ഹിസ്റ്റോലിറ്റിക് ആണ് അത് ചെയ്യുന്നത്, കോഴ്സ് ചെയ്യുന്നത്. പിന്നെ ലാർജ് ഇൻറ്റസ്റ്റൈനിലാണ് അത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ പോയി നിന്നിട്ടാണ് ചെയ്യുന്നത്, ഇതാക്കുന്നത്. അപ്പം അതിനെ ലാർജ് ഇൻറ്റസ്റ്റൈനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ എക്സ്ക്രീറ്റിൽ എന്ത് കാണാൻ പറ്റും? മ്യൂക്കസും ബ്ലഡും ഒക്കെ കാണാൻ പറ്റും. നമ്മുടെ ഹൗസ് ഫ്ലൈസ് ആണ് എന്ത് മെക്കാനിക്കൽ കാരിയേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ മലേറിയന്റെ നോക്കുമ്പോൾ മലേറിയന്റെ ഒരു ഇൻഫെക്ഷൻ നമ്മുടെ മലേറിയക്ക് എന്ത് വേണം? 2 ഹോസ്റ്റ് ബോഡി വേണം അവരുടെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ആക്കാൻ അല്ലെ. അപ്പൊ മലേറിയ ലൈഫ് സൈക്കിൾ എന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നോക്കുക? എങ്ങനെയാണ് ആ ഒരു മലേറിയ കോസ് ചെയ്യുന്ന അവരുടെ എങ്ങനെയാണ് വരുന്നത്? നമ്മള് പറഞ്ഞിട്ടുണ്ട് മോസ്കിറ്റോ വഴിയാണ് വരുന്നത് അല്ലെ. മോസ്കിറ്റോ ആണ് വെക്ടേഴ്സ് ആയിട്ട് വരുന്നത്. മോസ്കിറ്റോ നമ്മുടെ ഹ്യൂമൻസിനെ ബൈറ്റ് ചെയ്യുമ്പോൾ അവരുടെ സലൈവറി ഗ്ലാൻഡിലുള്ള അവരുടെ സലൈവയിൽ കൂടി എന്ത് ചെയ്യും? നമ്മുടെ ഹ്യൂമന്റെ ബ്ലഡിലേക്ക് എന്ത് വരും? ഈ ഒരു സ്പോറോസൈറ്റ്സ് ആയിട്ട് നിൽക്കുന്ന ഫോമിലുള്ള ഈ ഒരു പ്രോട്ടോസോൻ അവര് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവര് ബ്ലഡിലൂടെ ഡയറക്റ്റ് എങ്ങോട്ടാണ് പോകുന്നത്? ഡയറക്റ്റ് ലിവറിലേക്കാണ് പോകുന്നത്. ഓക്കെ, ലിവറിലെത്തി അവര് സ്പോറോസൈറ്റ്സിന്റെ രൂപത്തിൽ തന്നെയാണുള്ളത്. സ്പോറോസൈറ്റ്സിന്റെ രൂപത്തിലുള്ള അവര് ലിവറിലെത്തിയിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് കുറെ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും. ലിവറിലെത്തി അവിടെ അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ലിവർ സെൽസിനെ ഒക്കെ ഡിസ്ട്രോയ് ചെയ്ത് പുറത്ത് വരും. എന്നിട്ട് വീണ്ടും അസെക്ഷലി ഇങ്ങനെ കുറെ റീപ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് അവർ എന്ത് ചെയ്യും? ലിവറിൽ മാത്രം നിൽക്കില്ല, അവര് റെഡ് ബ്ലഡ് സെൽസിലും കൂടി എന്ത് ചെയ്യും? അവിടെ എത്തി അവരെയും അറ്റാക്ക് ചെയ്ത് അതിലും കൂടി എന്ത് ചെയ്യും? അസെക്ഷലി റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, എന്നിട്ട് റീപ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് ആ ഒരു സെല്ലിനെ നശിപ്പിച്ച് വീണ്ടും അടുത്ത സെല്ലിനെ അറ്റാക്ക് ചെയ്ത് അങ്ങനെയാണ് അവരുടെ ഒരു പാറ്റേൺ പോകുന്നത്. അപ്പൊ നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ ഒക്കെ അറ്റാക്ക് ചെയ്യുന്ന സെക്ഷലി അതിൽ റീപ്രൊഡക്ഷൻ നടക്കുന്ന ആ സമയത്താണ് നമുക്ക് ഹൈ ഫീവർ ഇതൊക്കെ അനുഭവപ്പെടുക. ഓക്കെ, ആ സമയത്താണ് ബാക്കിയുള്ള സിംറ്റംസും ഹൈ ഫീവർ ഒക്കെ ഈ ഒരു ഡിസീസിന്റെ ഇതിൽ നമുക്ക് പുറത്ത് എക്സ്റ്റേണലി നമുക്ക് കാണാനാവാം. ഇപ്പോഴൊക്കെ എന്താണ്? അവർ അസെക്ഷലി ആണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവസാനം ഈ റെഡ് ബ്ലഡ് സെല്ല് ഇതാക്കിയിട്ട് അവർക്ക് അസെക്ഷലി റീപ്രൊഡക്ഷൻ നിർത്തിയിട്ട് അവർ എന്ത് ചെയ്യും? സെക്ഷൽ റീപ്രൊഡക്ഷൻ അങ്ങ് ആരംഭിക്കും. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആരംഭിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് ഫസ്റ്റ് എന്ത് വേണം? ഗമീറ്റ്സിന് ഉണ്ടാക്കണം അല്ലെ. അപ്പം ഈ ആർബിസിൽ തന്നെ അവർ എന്താ ചെയ്യാ? ഗമീറ്റ്സിന് ഉണ്ടാക്കും. ഗമീറ്റ്സിന് ഉണ്ടാക്കുന്നത് ഏതൊക്കെ? ഫീമെയിൽ ഗമീറ്റിനെയും മെയിൽ ഗമീറ്റിനെയും അവര് ഈ ഒരു ഹ്യൂമന്റെ ആർബിസിൽ വെച്ചിട്ട് അവർ ഉണ്ടാക്കും. പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അവർക്ക് ഫെർട്ടിലൈസേഷൻ നടത്താൻ പറ്റില്ല. ഫെർട്ടിലൈസേഷൻ നടന്നാൽ മാത്രമേ എന്താവുള്ളൂ? സെക്ഷലി അവർക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ അടുത്ത ജനറേഷൻ ആക്കാനാവുള്ളൂ അല്ലെ. പക്ഷെ ഗമീറ്റ്സിന്റെ രൂപത്തിൽ തന്നെ അവിടെ നിൽക്കും. നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടത്താനുള്ള സാഹചര്യം ഇതില്ല, നമ്മുടെ ബോഡിയിൽ ഇല്ല. അപ്പൊ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഗമീറ്റ്സിന്റെ രൂപത്തിലുള്ള ഈ ഒരു ആൾക്കാര് ആ ഒരു സ്റ്റേജില് വേറെ ഏതെങ്കിലും ഒരു മോസ്കിറ്റോ നമ്മളെ ബൈറ്റ് ചെയ്യില്ലേ? അപ്പൊ ആ സമയത്ത് ആ ഒരു ബ്ലഡിലൂടെ തന്നെ എന്ത് ചെയ്യും? അവരുടെ ഗട്ടിലേക്ക് പോകും. മോസ്കിറ്റോന്റെ ഗട്ടിലേക്ക് എന്നിട്ട് അവിടെ എത്തി മോസ്കിറ്റോന്റെ ഗട്ടിലെത്തി അവിടെയാണ് അവരുടെ മോസ്കിറ്റോന്റെ ഇൻഡസ്റ്റൈനിൽ ചെന്നിട്ട് അവിടെ അവർ എന്ത് ചെയ്യും? ഫെർട്ടിലൈസേഷൻ നടക്കും, ഫർദർ ഡെവലപ്മെന്റ് നടക്കും, എന്നിട്ട് മെച്ചർ ആവും. എന്നിട്ട് മോസ്കിറ്റോന്റെ ഗട്ടിന്ന് അവർ എവിടെ എത്തും? സലൈവറി ഗ്ലാൻഡിൽ എത്തും. ഓക്കെ, എന്നിട്ട് വീണ്ടും അത് എന്ത് ചെയ്യും? സ്പോറോസൈറ്റ്സ് ആയിട്ട് മാറും. ഓക്കെ, സ്പോറോസൈറ്റ്സ് എന്താ ചെയ്യുന്നത്? സലൈവറി ഗ്ലാൻഡിൽ നിന്ന് സ്പോറോസൈറ്റ് രൂപത്തിൽ വീണ്ടും അതുപോലെ തന്നെ ഹ്യൂമൻസിലേക്ക് വരും. അങ്ങനെയാണ് എന്ത് ആ ഒരു സൈക്കിളാണ് അവരുടെ ആ ഒരു ലൈഫ് സൈക്കിൾ.
അപ്പം അവരുടെ ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എന്ത് വേണം? 2 ഹോസ്റ്റിനെ അവർക്ക് ആവശ്യമുണ്ട്. ഒന്ന് ഹ്യൂമൻ ആണ്, ഒന്ന് എന്താണ് മസ്കിറ്റോ ആണ്. ഇതാണ് എന്താ അവരുടെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഹെൽമിന്തിക് ഡിസീസസ് ആണ്. ഹെൽമിന്തിക് ഡിസീസസിനെ ഏതൊക്കെയാണ്? അസ്കാരിയാസിസും എലിഫന്റിയാസിസും ആണ് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, അസ്കാരിയാസിസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് പറഞ്ഞാല് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പിന്നെ വെള്ളം, വാട്ടർ, പിന്നെ നമ്മുടെ ഈ രോഗം വന്നിട്ടുള്ള ആൾക്കാരുടെ ഫീക്കൽ മാറ്ററിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു രോഗം പകരുന്നുണ്ട്. ആ ഫീക്കൽ മാറ്റർ, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സന്റെ ഫീക്കൽ മാറ്ററിൽ നിന്നും ഇത് പകരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് നെക്സ്റ്റ്? എലിഫന്റിയാസിസ് ആണ്. എലിഫന്റിയാസിസിനെ നമ്മൾ ഫൈലേറിയാസിസ് എന്ന് പറയും. കാരണം എന്താ വെച്ചാല് ഈ വൂച്ചറേറിയ ബാങ്ക്രോപ്റ്റി അല്ലെങ്കിൽ വൂച്ചറേറിയ മലായിറ്റ് എന്നൊക്കെ പറയുന്ന ഈ ഒരു എലിഫന്റിയാസിസ് കോസ് ചെയ്യുന്ന ഹെൽമിന്തിക് ആയിട്ടുള്ള ആൾക്കാരില്ലേ, അവര് ഏതാണ്? ഫൈലേറിയൽ വേംസ് ആണ്. അപ്പൊ അവരെന്താണ്? ഫൈലേറിയൽ വേംസ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് അവര് ആ ഒരു രോഗത്തിനെ ഫൈലേറിയാസിസും കൂടി വിളിക്കുന്നത്. ഓക്കെ, അപ്പം ഫൈലേറിയൽ വേംസ് ആയിട്ടുള്ള ബുച്ചറേറിയ ബാങ്ക്രോപ്റ്റിയും ബുച്ചറേറിയ മലായിയും ഒക്കെയാണ് എന്ത് കോസ് ചെയ്യുന്നത്? ഈ ഒരു എലിഫന്റിയാസിസ് കോസ് ചെയ്യുന്നത്. വെക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. ഇവിടെ വെക്ടർ ആരാണ്? ക്യൂലെക്സ് മോസ്കിറ്റോ ആണ്. നമ്മുടെ മലേറിയ കോസ് ചെയ്യുന്നത് ആരായിരുന്നു? അനോഫിലസ് മോസ്കിറ്റോ ആയിരുന്നു. എങ്ങനെയാണ് ഈ ഒരു എലിഫന്റിയാസിസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലിംഫ് നോഡ്സ് അവിടെയൊക്കെയാണ് വരുന്നത്. അവിടെ എന്തുണ്ടാക്കും? ലിംഫാറ്റിക് വെസലിൽ അവിടെയൊക്കെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുക. ഈ ഒരു നീര് വന്ന് ഭയങ്കര തടിച്ച പോലെ നിൽക്കും. ഓക്കെ, അധികവും ഇത് ഹൈൻഡ് ലിംസിലാണ്, നമ്മുടെ കാലിന്റെ ഇതിലൊക്കെയാണ് കാണുന്നതെങ്കിൽ, അല്ലാത്തടത്തും കാണുന്നുണ്ട്. പക്ഷെ അധികവും എവിടെയാണ്? കാലില് ആ ഇതിലൊക്കെയാണ് കാണുന്നത്. നമ്മുടെ നമ്മുടെ കാലിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു ജെനൈറ്റൽ ഏരിയ വരെ അതെന്ത് ചെയ്യും? എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അധികവും ലോവർ ലിംബ് ആ ഒരു ഇതിലാണ് കാണുന്നത്. നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാല് കുറെ കാലത്തേക്ക് ഇവരെന്ത് ചെയ്യും? ഒരു റിയാക്ഷൻ ഇല്ലാതെ കിടക്കും. എന്നിട്ട് അതിനുശേഷമായിരിക്കും ചിലപ്പോൾ ഇവരെന്ത് ചെയ്യുക? ആക്റ്റീവായിട്ട് തുടങ്ങുക. അപ്പോഴത്തേക്ക് നമുക്ക് എന്തായിട്ടുണ്ടാവും? ഈ ഒരു ലിംഫ് നോഡ്സ് അതിലൊക്കെ ഇൻഫ്ലമേഷൻ വരാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇതിലുള്ള ലാസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത് എന്താണ്? റിംഗ്വാം ഡിസീസ് ആണ്. റിംഗ്വാം ഡിസീസ് ആക്ച്വലി കോസ് ചെയ്യുന്നത് ഈ ഒരു വട്ടച്ചൊടി എന്നൊക്കെ പറയുന്ന പോലെയുള്ള ആ ഒരു ഡിസീസ് ആണ്. ഓക്കെ, അത് കോസ് ചെയ്യുന്ന ആരാന്ന് വെച്ചാല് ഫംഗസ് ആണ്. അത് കോസ് ചെയ്യുന്നതാണ്. ഏതൊക്കെ ആൾക്കാർ, ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണ് ഫംഗസിൽ, ഏതൊക്കെ ഗ്രൂപ്പ്സ് ആണ് കോസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? മൈക്രോസ്പോറം, ട്രൈക്കോഫൈറ്റൺ, എപ്പിഡോമോഫൈറ്റൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ 3 ഗ്രൂപ്പ്സ് ആണ് മെയിനായിട്ട് റിംഗ്വർം ഡിസീസ് കോസ് ചെയ്യുന്നത്. എങ്ങനെയാണ് ഇത് വരുന്നത് വെച്ചാല് മണ്ണിലൂടെയൊക്കെ വരാം. അതുപോലെ തന്നെ നമ്മള് ഈ രോഗമുള്ള ആൾക്കാരുടെ അവരുപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ അടുത്ത് യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് വരാം? ഈ ഒരു ഡിസീസ് വരാം. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു റൗണ്ട് ഇതിലൊക്കെ ഒരു വട്ടത്തിലൊക്കെ ചിലപ്പോൾ എന്താ ആ ഏരിയ ഒരു പാച്ചി ആയിട്ട്, ഡ്രൈ ആയിട്ട്, ഒരു സ്കെയിലി ഇതിൽ കാണുന്നതായിരിക്കും. ഓക്കെ, അത് ആ ഒരു ലെഷൻസ് ആയിരിക്കും. ഏകദേശം ഒരു റൗണ്ട് ഇതിലൊക്കെ വരുന്ന സ്കെയിലി അല്ലെങ്കിൽ ഒരു ഡ്രൈ ഏരിയ ആയിട്ടായിരിക്കും ഇത് കാണുന്നുണ്ടാവുക ഈ ഒരു ഡിസീസ്. എവിടേക്കാണ് വരുന്നത് വെച്ചാൽ സ്കിന്നിൽ വരാം, നെയിൽസിന്റെ ഉള്ളിലൊക്കെ വരാം. പിന്നെ സ്കാൽപ്പിലുണ്ട്, തലയില്, നെയിൽസിന്റെ ഉള്ളില്, സ്കിന്നില്, അവിടെയൊക്കെ എന്ത് ചെയ്യാം? ഈ റിംഗ്വർം ഡിസീസ് നമുക്ക് വരാം. നെക്സ്റ്റ് ടോപ്പിക് എന്താണ്? ഇമ്മ്യൂണിറ്റി ആണ്. എന്താണ് ഇമ്മ്യൂണിറ്റി? ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഗാനിസത്തിന് എന്ത് ചെയ്യാനുള്ള കഴിവാണ്? എന്തെങ്കിലും ഒരു പാത്തജനോ അല്ലെങ്കിൽ എന്തെങ്കിലും വൈറസോ അങ്ങനെ എന്തെങ്കിലും ഡിസീസ് കോസിങ് ആയിട്ടുള്ള അത് ഉള്ളിലേക്ക് കിടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവാണ് എന്ത് നമ്മൾ പറയുന്നത്? ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അല്ലെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ കഴിവാണ്. ഓർഗാനിസങ്ങളിലുള്ള ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ അതിന്റെ ഒരു ഓവറോൾ എബിലിറ്റി ആണ് ഇതിനെ ഡിസീസ് കോസിങ് ഓർഗാനിസത്തിന് അല്ലെങ്കിൽ പാത്തജൻസ് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവാണിത് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. നമ്മൾ ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ശരിക്കും 2 ടൈപ്പ് ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ. ഒന്നെന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി ആണ്. നമ്മൾ ജനിക്കുമ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു ഇമ്മ്യൂണിറ്റി ആണ് അല്ലെ. നമുക്ക് ജനിക്കുമ്പോഴേ കിട്ടിയിട്ടുള്ള ഇമ്മ്യൂണിറ്റി ആണ് എന്ത്? ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈമില് എന്ത് ചെയ്തിട്ടുള്ള
അക്വയർ ചെയ്തിട്ടുള്ള, നമ്മളായിട്ട് അക്വയർ ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഇമ്മ്യൂണിറ്റിയാണ് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എന്താണ്? നോൺ സ്പെസിഫിക് ആണ്. ഒരു പ്രത്യേക ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു പാത്തജൻ അങ്ങനെ എന്തിനെങ്കിലോട് മാത്രമേ ഇനേറ്റ് ഇമ്മ്യൂണിറ്റി പ്രതികരിക്കൂ എന്നൊന്നുമില്ല. ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നോൺ സ്പെസിഫിക് ആണ്. എന്തൊരു കാര്യമായാലും പ്രതികരിക്കാനുള്ള ഒരു കഴിവ്, എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു കഴിവ്, അതാണ് എന്ത് ഇനേറ്റ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് നോൺ സ്പെസിഫിക് ആണ്, ഇന്നതിനോട് മാത്രം എന്നുള്ളതല്ല. പക്ഷെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ശരിക്കും സ്പെസിഫിക് ആണ്. നമ്മൾ ഒരു ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്യുന്നത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പാത്തജൻ അല്ലെങ്കിൽ ഓർഗാനിസം, ഒരു ഡിസീസ് കോസിങ് ഒബ്ജക്റ്റിനോടുള്ള സ്പെസിഫിക് ആയിട്ടുള്ളതാണ് എന്ത് അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതിനോട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതില്ല. അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിലാണ് എന്ത് ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ഒക്കെ വരുന്നത്. ആക്റ്റീവ് ആൻഡ് പാസീവ് ഇമ്മ്യൂണിറ്റി ഒക്കെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ വരുന്നൊരു ഇതാണ്. ഇനി നമ്മൾ ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ശരിക്കും നമ്മുടെ ഓരോ ഓർഗാനിസമും എന്താണ് പാത്തജൻസിനെ ഉള്ളിലേക്ക് കിടക്കാതിരിക്കാനുള്ള അല്ലെങ്കിൽ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ഉള്ളിലേക്ക് വരുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കുറെ ബാരിയേഴ്സ് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട് അല്ലെ. അപ്പം അത് ഏതൊക്കെ ടൈപ്പ് ആണെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? 4 ടൈപ്പ് ഉണ്ട്. അതിൽ ഒന്നാമത്തത് എന്താണ്? ഫിസിക്കൽ ബാരിയേഴ്സ് ആണ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ സ്കിന്ന്. സ്കിൻ എന്താണ്? ഒരു ഫിസിക്കൽ ബാരിയർ ആണ് അല്ലെ. നമ്മുടെ ഉള്ളിലുള്ള വൈറ്റൽ ആയിട്ടുള്ള ഓർഗൻസിനെയും ഇതിനെയൊക്കെ സംരക്ഷിച്ചുകൊണ്ട് പുറത്തുള്ള ഒരു ആവരണമാണ് എന്താ നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഫിസിക്കൽ ബാരിയർ ആണത്. പിന്നെ മ്യൂക്കസ് കോട്ടിങ് ഉണ്ട് അല്ലെ. നമ്മുടെ ഓപ്പണിംഗ് ഉള്ള സ്ഥലത്തൊക്കെ ഏകദേശം നമുക്ക് എന്ത് കാണാൻ പറ്റും? മ്യൂക്കസ് കോട്ടിങ് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ട്രാക്ട് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് ട്രാക്ട്? നമ്മുടെ മെയിൻ ആയിട്ടുള്ള ട്രാക്റ്റുകൾ ഏതൊക്കെയാണ്? നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്ട് അല്ലെ. റെസ്പിറേറ്ററി ട്രാക്ട്, ഡൈജസ്റ്റീവ് ട്രാക്ട്, യൂറിനോജനൈറ്റൽ ട്രാക്ട്, ഇതിനൊക്കെ ഏകദേശം പുറത്തേക്കുള്ള ഒരു ഓപ്പണിംഗും കാണുന്നുണ്ട് അല്ലെ. അപ്പം ഇതിനൊക്കെ എന്തുണ്ട്? അതിലൂടെയൊക്കെ ഡിസീസ് കോസിങ് ആയിട്ടുള്ള ആൾക്കാർ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കഴിക്കുന്ന ഫുഡിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിനെയൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മ്യൂക്കസിൽ എന്തുണ്ട്? മ്യൂക്കസ് കോട്ടിങ്ങിൽ ഈ ഒരു ഡിസീസ് അല്ലെങ്കിൽ പാത്തജൻസിനെ എതിരാക്കുന്ന അല്ലെങ്കിൽ മ്യൂക്കസ് തന്നെ എന്താണ് പാത്തജൻസിനെ ഒരു ചെയ്ത് അവിടെ നിൽക്കാനുള്ള ഒരു ഇതായിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. അതാണ് മ്യൂക്കസ് കോട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഫിസിയോളജിക്കൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് വരുന്നത് അതില്? നമ്മുടെ ടിയർ, സലൈവ, സ്റ്റമക്കിലുള്ള HCl ആസിഡ്, ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ ടിയറിലും അതുപോലെ തന്നെ സലൈവയില് ഈ ഒരു നമ്മുടെ സ്റ്റമക്കിലുള്ള ആസിഡ് ഒക്കെ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കഴിക്കുന്ന ഫുഡില് എന്തെങ്കിലും പാത്തജൻസ് അങ്ങനത്തെ ഉണ്ടെങ്കിൽ എന്താണ് അസിഡിക് ആയിട്ടുള്ള ആ ഒരു HCl എന്ന് പറയുന്നത് എന്ത് ചെയ്യും? അതിനെ കൊന്നു കളയും അല്ലെ. അപ്പൊ അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ ടിയറിലും സലൈവിലും ഒക്കെ. അതുപോലെ തന്നെയാണ് പാത്തജൻസിനെ കാക്കാനുള്ള ഇതായിട്ട് അതിനെ ഇതാക്കിയിട്ടുണ്ട്. സലൈവയും അതുപോലെ തന്നെയാണ് ഫുഡിലുള്ളതിനെയൊക്കെ ഏകദേശം കൊന്നു കളയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? സെല്ലുലാർ ബാരിയേഴ്സ് എന്ന് പറയും. സെല്ലുലാർ ബാരിയേഴ്സ് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തുണ്ട്? WBC ഉണ്ട് അല്ലെ. പോളിമോർഫോന്യൂക്ലിയർ ല്യൂക്കോസൈറ്റ്സ്, മാക്രോഫേജസ് അല്ലെ, ഫാഗോസൈറ്റോസിസ് ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. നമ്മുടെ ബോഡിയിൽ കടക്കുന്ന അഥവാ നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് കടന്നു, അങ്ങനെ കടന്നു കഴിഞ്ഞാൽ എന്തുണ്ട്? കുറെ സെൽസ് അതിനെ പാത്തജൻസിനെ അല്ലെങ്കിൽ ഡിസീസ് കോസിങ് ആയിട്ടുള്ള അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അത് സെല്ലുലാർ ബാരിയേഴ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ഉള്ളതാണ് സൈറ്റോകൈൻ ബാരിയേഴ്സ്. ഓക്കെ, സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്ക് ഇന്റർഫെറോൺസിന് പറയാം. ഓക്കെ, സൈറ്റോകൈൻ ബാരിയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രോട്ടീൻ അല്ലെങ്കിൽ അതുപോലുള്ള സബ്സ്റ്റൻസസ് ആണ്. അവർ എന്ത് ചെയ്യും? പാത്തജൻസിനെ എന്താണ് റെസിസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഈ ഇന്റർഫെറോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ബാക്കിയുള്ള സെൽസിന് എന്ത് ചെയ്യും? ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇത് കൊടുക്കും. ഇങ്ങനെ ഒരു വൈറസ് ഇതാവുന്നുണ്ട്, അപ്പൊ അതിനെതിരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെല്ലിനെ പ്രിപ്പയർ ചെയ്യാൻ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ഇന്റർഫെറോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, പ്രോട്ടീൻസ് ആണ് ഇന്റർഫെറോൺസ് എന്ന് പറയുന്നത്. ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? വൈറസ് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇന്റർഫെറോൺസ് ഒരു മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ,
അപ്പൊ അതിന് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി നോക്കുവാണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി നോക്കുവാണ് നെക്സ്റ്റ്. ഇത്രയും നമുക്ക് എന്താണ്, നമുക്ക് തന്നെ കിട്ടിയിട്ടുള്ളതാണ് അല്ലെ, നീറ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളതാണ്. നമ്മളിനി അക്വയർഡ് ഇമ്മ്യൂണിറ്റി നോക്കുമ്പോൾ എന്താണ് അതിൽ കാണുന്നത്? നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ആരാണ് ആ ഒരു ഇമ്മ്യൂണിറ്റി അക്വയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ക്യാരി ഔട്ട് ചെയ്യുന്ന, ആ ഒരു പ്രോസസ്സിനെ ക്യാരി ഔട്ട് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് T lymphocytes-ഉം B lymphocytes-ഉം T lymphocytes-ഉം ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിനെ ക്യാരി ഔട്ട് ചെയ്യുന്നത്. രണ്ട് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ലിംഫോസൈറ്റ്സ് ആണ് ആര്, B lymphocytes-ഉം T lymphocytes-ഉം. ഓക്കെ, ഈ ഒരു B lymphocytes എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനെതിരെ? പാത്തജൻസിനെതിരെ. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, ആന്റിബോഡി എന്ന് പറയുന്നത്. പാത്തജൻസിനെതിരെ, അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി ഈ ഒരു B lymphocytes എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, സ്പെഷ്യൽ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവരെ നമ്മൾ എന്ത് പറയും, ആന്റിബോഡീസ് എന്ന് പറയും. T lymphocytes പക്ഷെ ആന്റിബോഡീസിനെ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പക്ഷേ അവരെയും ആവശ്യമുണ്ട്. കാരണം എന്താ പറഞ്ഞാല് ഈ T lymphocytes ശരിക്കും B lymphocytes-നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരാണ് ഈ ഒരു ആന്റിബോഡി പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ആന്റിബോഡിന്റെ പ്രൊഡക്ഷന് B lymphocytes-നെ ആന്റിബോഡിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ഈ T lymphocytes ആണ്. അപ്പൊ നമ്മൾ പറഞ്ഞു ആന്റിബോഡീസ് ഉണ്ട് എന്ന് പറഞ്ഞു അല്ലെ, പ്രോട്ടീൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആര്, B lymphocytes. അപ്പം അതിനെ ആന്റിബോഡി എന്നാണ് പറയുന്നത്. ആന്റിബോഡിക്ക് വേറൊരു പേരുണ്ട്, എന്താണ് അറിയോ? ആന്റിബോഡിക്ക് എന്താണ് പറയുക ശരിക്കും? വേറൊരു പേരും കൂടി ഉണ്ട്. ആന്റിബോഡിക്ക് എന്താണ് പറയാ, അറിയോ ആർക്കെങ്കിലും? ഓക്കെ, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നതും ആര് തന്നെയാണ്, ആന്റിബോഡി തന്നെയാണ്. ഓക്കെ, അവർ തന്നെയാണ് എന്ത് പറയുന്നത്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ആന്റിബോഡിനെ എടുത്തു നോക്കിക്കഴിഞ്ഞാല് ആന്റിബോഡി ഉണ്ടാക്കിയിട്ടുള്ളത് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് കൊണ്ടാണ്. ഓക്കെ, ആന്റിബോഡിക്ക് 4 പോളിപെപ്റ്റൈഡ് ചെയിൻസ് ആണ് കാണുന്നത്. രണ്ട് സ്മോൾ ചെയിൻസ് കാണുന്നുണ്ട് അല്ലെ, 2 സ്മോൾ ചെയിൻസ് കാണുന്നുണ്ട്. അതിനെ നമ്മൾ ലൈറ്റ് ചെയിൻസ് എന്നാണ് പറയാ. 2 സ്മോൾ ചെയിൻസ് കാണുന്നുണ്ട്, അതിനെ നമ്മൾ ലൈറ്റ് ചെയിൻസ് എന്നാണ് പറയാ. 2 വലിയ ചെയിൻസ് കാണുന്നില്ലേ, അതിനെ നമ്മൾ ഹെവി ചെയിൻസ് എന്നാണ് പറയാ. ഓക്കെ, അതുകൊണ്ട് തന്നെ ആന്റിബോഡിനെ നമ്മൾ എങ്ങനെ എഴുതും, H2L2 എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, H2L2 എന്നാണ്. കാരണം എന്താ, 2 ഹെവി ചെയിൻസും 2 ലൈറ്റ് ചെയിൻസും ആണ് ഇതിനുള്ളത് ആന്റിബോഡിക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിന് ഉള്ളത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ എന്തുണ്ട്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ്, IgA ഉണ്ട്, IgM ഉണ്ട്, IgD, IgE, IgG എന്നൊക്കെ പറഞ്ഞ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആന്റിബോഡിനെ IG എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് അറിയോ? എന്തുകൊണ്ടാണ് ആന്റിബോഡിനെ നമ്മൾ IG എന്ന് പറഞ്ഞിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ? ഒക്കെ അതിന്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ ഷോർട്ട് ആണ് കേട്ടോ. ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അല്ലേ നമ്മൾ ആന്റിബോഡി എന്ന് പറയുന്നത്, ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ആണ്, അതിന്റെ ഷോർട്ട് ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് എന്തൊക്കെയാണ്, ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും അതുപോലെ തന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞിട്ട് 2 ടൈപ്പ് ഇമ്മ്യൂണിറ്റി ഉണ്ട് അല്ലെ. ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം എന്താണ്, ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലെ. അത് ആ ഒരു ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഇമ്മ്യൂണിറ്റിയാണ് നമ്മൾ ആന്റിബോഡി മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് ആരാണ് ചെയ്യുന്നത്, ബി സെൽസ് ആണ്. ആ ഒരു സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്, B lymphocytes ആണ് നമ്മുടെ ആന്റിബോഡിന്റെ പ്രൊഡക്ഷൻ നടത്തുന്നത് അല്ലെ. അതിനെ നമ്മൾ ഹ്യൂമറൽ റെസ്പോൺസ് എന്നും പറയുന്നുണ്ട്, ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നും പറയുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല്
ആന്റിബോഡീസിന് നമ്മൾ എങ്ങോട്ടാണ് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കാണ് കൊടുക്കുന്നത്. ആന്റിബോഡിനെ ഡയറക്റ്റ് ബ്ലഡിലേക്കാണ്, അതിലൂടെയാണ് ട്രാൻസ്ഫർ ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഹ്യൂമറൽ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ബൈ ടി സെൽസ്, ടി എന്ന് പറയുന്ന ലിംഫോസൈറ്റ്സും കൂടി എന്തൊക്കെയോ ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുന്നുണ്ടല്ലോ അല്ലെ, ഇമ്മ്യൂണിറ്റി നൽകുന്നുണ്ട്. അപ്പം അവര് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് സൈറ്റോടോക്സിക് ആയിട്ടുള്ള കില്ലർ സെൽസ് വഴിയാണ് അവര് ഇമ്മ്യൂൺ റെസ്പോൺസ് നടക്കുന്നത്. ഓക്കെ, സൈറ്റോടോക്സിക് കില്ലർ സെൽസ്, അതിന്റെ ആക്ടിവേഷൻ ആണ് ആര് ചെയ്യുന്നത്? ടി ലിംഫോസൈറ്റ്സ് ചെയ്യുന്നത്. ഓക്കെ, ഈ സൈറ്റോടോക്സിക് കില്ലർ സെൽസ് എന്താ ചെയ്യുന്നത്? ഒരു പാത്തജൻ അല്ലെങ്കിൽ ഒരു ഫോറിൻ സെല്ലിനെ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ പോയിട്ട് അതിനെ ഡിറ്റക്ട് ചെയ്യണം. അത് മെയിൻ കാര്യമാണ്. അതിനെ ഡിറ്റക്ട് ചെയ്യണം, എന്നിട്ട് അതിന് എന്ത് ചെയ്യണം? ഡിസ്ട്രോയ് ചെയ്യണം. ഓക്കെ, അതുപോലെ തന്നെ ക്യാൻസറസ് ആയിട്ടുള്ള സെൽസിനെയും ഇവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം തന്നെ ഡിറ്റക്ട് ചെയ്യുന്നതും ഡിസ്ട്രോയ് ചെയ്യുന്നത് ആരാണ്? ടി ലിംഫോസൈറ്റ് ഇതാക്കുന്ന സൈറ്റോടോക്സിക് കില്ലർ സെൽസ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന സമയത്ത് എന്താണ്, ടി ലിംഫോസൈറ്റ് ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? ആ ഒരു ഓർഗനെ റിജക്ട് ചെയ്യാൻ കാരണമാകുന്നത്. ആ ഓർഗനെ റിജക്ട് ചെയ്യാൻ കാരണമാകുന്നത്. കാരണം എന്താ? ഈ സൈറ്റോടോക്സിക് കില്ലർ സെൽസ് അവർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ എന്താണ് കാണുന്നത്? ഫോറിൻ സെൽസിനെ നമ്മുടെ ശരീരത്തിനുള്ളിൽ കാണുകയാണ് അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യും? അവർ ആ ഫോറിൻ സെൽസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ നോക്കും. ഓക്കെ, അപ്പൊ ആരാണ്? ടി ലിംഫോസൈറ്റ്സ് ആണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റ് റിജക്ഷൻ നടക്കാനുള്ള കാരണമാകുന്നത്. അതുകൊണ്ടാണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ടിഷ്യൂ മാച്ചിങ്ങും ബ്ലഡ് ഗ്രൂപ്പ് മാച്ചിങ്ങും ഇതൊക്കെ നോക്കേണ്ടി വരുന്നത്. അത് മാത്രമല്ല, ഈ ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഓർഗൻ എടുക്കുന്ന ആളുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് എന്ത് ചെയ്യണം? അത് സപ്രസ് ചെയ്ത് വെക്കണം. ഓക്കെ, എടുക്കുന്ന ആള് മാത്രമല്ല, കൊടുക്കുന്ന ആളും കുറച്ച് സപ്രസ് ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ആന്റിജൻസിനെതിരെ അല്ലെങ്കിൽ പാത്തജൻസ് ആ ഒരു ഇതിനെതിരെ നമ്മുടെ ഉള്ളിൽ എന്ത് വേണം? ആന്റിജൻസ് എന്ന് പറയുമ്പോൾ ആ ഡിസീസ് കോസിനായിട്ടുള്ള ആ ഒരു ഒബ്ജക്റ്റിനെതിരെ നമ്മുടെ ഉള്ളിൽ ആന്റിബോഡി പ്രൊഡ്യൂസ് ചെയ്യണം അല്ലെ. അല്ലെങ്കിൽ നമ്മുടെ സെല്ലിന് ഒരു മെമ്മറി വേണം. ഇന്നൊരു സാധനം വന്നിട്ടുണ്ട്, ആ സമയത്ത് ഞാൻ അതിനെ ആക്രമിക്കണം എന്നുള്ള ഒരു മെമ്മറി നമ്മുടെ അതിൽ വേണം അല്ലെ. അപ്പൊ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റിയിൽ ഇതാക്കുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ലിവിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിന്റെ ആക്രമണത്തിന്റെ ആ ഒരു ശേഷി കുറച്ചിട്ടുള്ള ലിവിങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ളതോ ആയ മൈക്രോബ്സിനെ എടുത്തിട്ട് എന്ന് വെച്ചാൽ ആന്റിജൻ ആണ്. ഓക്കെ, ആ ഒരു ഡിസീസ് കോസിങ് ആയിട്ടുള്ള ഇവരായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഡിസീസ് കോസിങ് കപ്പാസിറ്റി നശിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള അവരെ എന്ത് ചെയ്യും? ഒരു ഹ്യൂമൻ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്താണ്? അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഈ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന റെസ്പോൺസസ് ആണ് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടി സ്ലോ ആയിട്ടുള്ള ഇതായിരിക്കും വരിക. ഓക്കെ, ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരം തന്നെ സ്ലോ ആയിട്ട് അതിനെതിരെ എന്താണ് ഒന്നുകിൽ എന്ത് ചെയ്യും? ആന്റിബോഡീസിനെ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും? അതിനെ ആക്രമിക്കാനുള്ള ഒരു ഇതാക്കി എല്ലാം റെഡിയാക്കി വരുമ്പോൾ അത് സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണ്. അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെതിരെ നമ്മുടെ ശരീരത്തിൽ ആന്റിബോഡി ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ദിവസം എടുക്കുന്ന പ്രോസസ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം ആ ഒരു പ്രൊസീജിയർ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്? ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഡിസീസ് കോസ് ചെയ്യുന്ന ആളെ ആ ഒരു ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി നശിപ്പിച്ച് കളഞ്ഞിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ അതിനെ എന്ത് ചെയ്യും? ഡെഡ് ചെയ്ത് കിൽ ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും? ആ ഒരു ഓർഗാനിസത്തിന്റെ ഉള്ളിലേക്ക് കൊടുക്കുകയോ ചെയ്യും. അങ്ങനെയാകുമ്പോൾ അതിനെ ഡിറ്റക്ട് ചെയ്ത് അതിനെതിരെയുള്ള ആന്റിബോഡി അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കും. ഇനി അതെന്താണ്? പ്രൈമറി റെസ്പോൺസ് ആണ്. ഓക്കെ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ പ്രൈമറി റെസ്പോൺസ് ആണത്. പ്രൈമറി റെസ്പോൺസ് എന്തായിരിക്കും? കുറച്ച് സ്ലോ ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും. ഓക്കെ, ഇനി വീണ്ടും ഈ സെയിം ആന്റിജനെ നമ്മുടെ ഉള്ളിലേക്ക് എത്തിയെന്ന് വിചാരിച്ചോ, ഡിസീസ് കോസ് ചെയ്യുന്ന ഈ ഒരു
ആന്റിജൻ സെയിം ഉള്ള ആന്റിജൻ പിന്നെയും നമ്മുടെ ഉള്ളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി എന്ത് ചെയ്യും? അതിനെ ഡിറ്റക്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ബോഡിക്ക് അറിയാം എന്ത്, ഈ വന്നിട്ടുള്ളതിനെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളതാണ്, അതിനെതിരെ ഞാൻ ആന്റിബോഡി ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അതിനുള്ള മെമ്മറി ആർക്കുണ്ട്? നമ്മുടെ ഈ ഒരു ഇമ്മ്യൂൺ സിസ്റ്റത്തിലുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആന്റിബോഡി ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഇമ്മ്യൂണിറ്റി വെച്ചിട്ട് അവരെന്ത് ചെയ്യും? സെക്കൻഡറി റെസ്പോൺസ് എന്തായിരിക്കും? ഫാസ്റ്റ് ആയിരിക്കും. വീണ്ടും അതുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അതിനെതിരെ ഇതാക്കും. അപ്പൊ അതെന്താണ്? സെക്കൻഡറി റെസ്പോൺസ് എന്ന് പറയും. സിസ്റ്റത്തിന് അത് ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് നടക്കും. അപ്പം ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് സ്വയമായിട്ട് അവരുടെ ഉള്ളിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജനെതിരെയുള്ള ആന്റിബോഡി അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക? ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, പാസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ആക്റ്റീവില് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷെ പാസീവില് നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റെഡിമെയ്ഡ് ആയിട്ട് ഈ ഒരു ആന്റിബോഡീസ് ഒക്കെ എന്ത് ചെയ്യും? ഫോറിൻ ഏജൻസ് അല്ലെങ്കിൽ ആന്റിജൻസ് എതിരെയുള്ള ആന്റിബോഡീസ് നമ്മുടെ ഉള്ളിലേക്ക് തരുന്നതിനെയാണ് പാസീവ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതിനൊരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ. നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഫസ്റ്റ് ഉണ്ടാകുന്ന കുറച്ച് ദിവസത്തിൽ ഉണ്ടാകുന്ന യെല്ലോ കളർഡ് ഒരു മിൽക്കിനെയാണ് നമ്മൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? അതിൽ കുറെ ആന്റിബോഡീസും പ്രോട്ടീൻസും ഇതൊക്കെ ഉണ്ട് അല്ലെ. അതിൽ മെയിൻ ആയിട്ട് കാണുന്ന ഒരു ആന്റിബോഡിയാണ് എന്ത്? IgA എന്ന് പറയുന്നുള്ള ആന്റിബോഡി. ഓക്കെ, അത് എന്താണ്? ചൈൽഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ IgA എന്ന് പറയുന്ന ആന്റിബോഡിയാണ് കൊളസ്ട്രോളത്തിൽ കാണുന്നത്. അതെന്താണ്? പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. ആ ചൈൽഡ് എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അതിന് വേണ്ടിയിട്ട്? അത് ഉണ്ടാക്കാൻ വേണ്ടി ഇല്ല. അത് മദറിൽ നിന്ന് ഡയറക്റ്റ് കിട്ടുന്നതാണ്. പിന്നെ ഫീറ്റൽ സ്റ്റേജില് മദറിന്റെ ഉള്ളിൽ കിടക്കും എന്താണ്? IgG എന്ന് പറയുന്ന ആന്റിബോഡി എന്ത് ചെയ്യുന്നുണ്ട്? ഫീറ്റസിന് മദറിന്റെ ഉള്ളിലാവുമ്പോ തന്നെ കിട്ടുന്നുണ്ട്. IgG എന്ന് പറയുന്ന ആന്റിബോഡി മദറിന്റെ ഉള്ളിലാവുമ്പോ തന്നെ ഫീറ്റസിന് കിട്ടുന്നുണ്ട്. അതൊക്കെ പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. പിന്നെ നമ്മൾ വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ. വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷൻ പറയുമ്പോൾ എന്താണ്? ഏകദേശം സെയിം തന്നെയാണ് അല്ലെ. അപ്പം എന്താണ് വാക്സിനേഷൻ, എന്താണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് നോക്കുമ്പോൾ, വാക്സിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഈ ഒരു രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണെന്ന് വെച്ചാല്, ഈ ഒരു പ്രിൻസിപ്പിൾ ഇത് ഏത് പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇത് രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ മെമ്മറി, ആ ഒരു മെമ്മറിന്റെ അതിന്റെ പ്രിൻസിപ്പിൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മുടെ വാക്സിനേഷൻ ആൻഡ് ഇമ്മ്യൂണൈസേഷനും ആ ഒരു ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പം വാക്സിനേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാല്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ള എന്ത് വീക്കൻഡ് ആയിട്ടുള്ള ആന്റിജനിക് പ്രോട്ടീന് പാത്തജൻസിനെ അല്ലെങ്കിൽ ആന്റിജൻസിനെ വീക്കൻഡ് ആയിട്ടുള്ള ഫോമിലോ അല്ലെങ്കിൽ ഇനാക്റ്റീവ് ആക്കിയിട്ടോ അങ്ങനെയുള്ള ഇതിൽ എന്ത് ചെയ്യും? വാക്സിൻ ആക്കിയിട്ട്, വാക്സിൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ബോഡിയിലേക്ക് കൊടുക്കും. ഓക്കെ, അതെന്താണ്? നമുക്ക് രോഗം വരുന്നതിന് മുമ്പ് ഒരു പ്രതിരോധ ശേഷി ഇതാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ വാക്സിൻസ് എടുക്കാറ് അല്ലെ. കൊറോണ വരുന്നതിന് മുമ്പാണ് നമ്മൾ കൊറോണ വാക്സിൻ എടുത്തത്. അപ്പൊ വാക്സിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്കൻഡ് ആയിട്ടുള്ള സെയിം പാത്തജൻ വീക്കൻഡ് ആയിട്ടുള്ള ഫോമിലോ അല്ലെങ്കിൽ അതിന് ഇനാക്റ്റീവ് ആക്കുകയോ ചെയ്യും. അങ്ങനെ ആക്കിയില്ലെങ്കിൽ എന്താണ്? നമുക്ക് ഓൾറെഡി അസുഖം വരും അല്ലെ. അപ്പൊ അത് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അതിനെ വീക്കൻഡ് ആക്കുകയോ ഇനാക്റ്റീവ് ആക്കുകയോ ചെയ്യും. എന്നിട്ട് അത് വാക്സിൻ എന്ന് പറഞ്ഞിട്ട് അതിൽ നമ്മുടെ ബോഡിയിലേക്ക് തരും. അപ്പൊ ഇവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ, വാക്സിനേഷനിൽ ശരിക്കും നടക്കുന്നത് ആക്റ്റീവ് ഇമ്മ്യൂണിറ്റീനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ആണ് അവിടെ നടക്കുന്നത് വാക്സിനേഷനിൽ. കാരണം എന്താ? വാക്സിൻ തന്നു കഴിഞ്ഞു, അങ്ങനെയാകുമ്പോൾ എന്താവും? നമ്മുടെ ശരീരം തന്നെയാണ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആന്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആന്റിബോഡീസിന് പുറത്തുനിന്ന് കൊണ്ടുവരുന്നതല്ല, നമ്മുടെ ശരീരത്തിന് തന്നെ ഇതിന് ഫെമിലിയർ ആക്കുകയാണ് ചെയ്യുന്നത്. ആന്റിജനുമായിട്ട് നമ്മുടെ ശരീരത്തിന് ഫെമിലിയർ ആക്കും, നമ്മുടെ ഉള്ളിൽ പ്രൈമറി റെസ്പോൺസ് ഉണ്ടാക്കും. അതാണ് ഈ ഒരു വാക്സിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു വാക്സിനുള്ള ആന്റിജനെതിരെ എന്ത് ചെയ്യും? ആന്റിബോഡി നമ്മുടെ ഉള്ളിൽ തന്നെ സ്ലോ ആയിട്ട് ഇത് ഉണ്ടാക്കി വെക്കും. ഓക്കെ, ഇനി ആ സെയിം പാത്തജൻ വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി സെക്കൻഡറി ആ ഒരു ഇത് കാണിക്കും അല്ലെ, റിയാക്ഷൻ കാണിക്കും അതിനോട്. ഓക്കെ, സെക്കൻഡറി റെസ്പോൺസ് കാണിക്കും.
ഇനി ഈ ഒരു വാക്സിൻസ് എന്താണ് ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും അവര് തന്നെയാണ് ആ മെമ്മറി പവർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഈ ഒരു വാക്സിനിൽ നിന്ന് ജനറേറ്റ് ചെയ്തിട്ടുള്ള ആന്റിബോഡിയും അതുപോലെ തന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആർക്ക് തന്നെയാണ്, ഈ ബി ലിംഫോസൈറ്റും ടി ലിംഫോസൈറ്റും ആണ്. അവരാണ് എന്ത് ആ ഒരു മെമ്മറൈസിങ് പവർ ഉള്ള ആൾക്കാർ. ഇനി ഇമ്മ്യൂണൈസേഷൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇമ്മ്യൂണൈസേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ശരിക്കും പാസീവ് ഇമ്മ്യൂണിറ്റി ആണ്. ഓക്കെ, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് ശരിക്കും പാസീവ് ഇമ്മ്യൂണിറ്റിന്റെ അണ്ടറിൽ വരുന്നതാണ്. നമുക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് എന്ത് ചെയ്യാം, ബോഡിയുടെ ഉള്ളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഒരാൾക്ക് ഒരു അസുഖം വന്നു, ഫേറ്റൽ ആയിട്ടുള്ള ഒരു അസുഖം വന്നു, അല്ലെ അത് ഭയങ്കര ഇതായിട്ടുള്ളതാണ്, പെട്ടെന്ന് ഇല്ലെങ്കിൽ തട്ടിപ്പോവും കുറച്ച് ഉള്ള ആൾക്കാർക്ക് ഈ ഒരു വാക്സിൻ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിൽ പ്രൈമറി റെസ്പോൺസ് ഉണ്ടായി വരാൻ തന്നെ കുറെ ദിവസം എടുക്കുന്നതാകും. അതിനുള്ളിൽ ആൾ തട്ടിപ്പോവും അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു വാക്സിൻസ് കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഇല്ല. അവർക്ക് എന്ത് വേണം, അവർക്ക് റെഡിമെയ്ഡ് ആയിട്ടുള്ള ആന്റിബോഡീസ് തന്നെ അവരുടെ ഉള്ളിലേക്ക് കൊടുക്കണം. ആന്റിബോഡീസ് പ്രവർത്തിക്കാനുള്ള ആന്റിബോഡീസ് തന്നെ കൊടുക്കണം. അപ്പൊ അങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ആന്റിവെനം ഒക്കെ എന്താണ്, ഈ ഒരു ഇമ്മ്യൂണൈസേഷനിൽ ഇതാക്കുന്നതാണ്. ഇപ്പൊ പാമ്പ് കഴിച്ചിട്ടുള്ള ഒരാൾക്ക് നമ്മള് ഈ ഒരു വാക്സിൻ കൊടുത്ത് അവരുടെ ഉള്ളിൽ ആ റെസ്പോൺസ് ഉണ്ടാക്കുന്നത് ആ ഒരു സമയത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, ആൾ തട്ടിപ്പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് വേണം, ഈ ഒരു വെനത്തിന് ഇതായിട്ടുള്ള ആന്റിവെനം കൊടുത്താൽ മാത്രമേ ആ ഒരു സമയത്തിനുള്ളിൽ അത് പ്രവർത്തിച്ച് ആള് രക്ഷപ്പെടാനുള്ള ചാൻസ് ഉള്ളൂ. അത് പിന്നെ ടി ഒക്കെ എന്താണ്, ഇമ്മ്യൂണൈസേഷന്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ അലർജി. എന്താണ് അലർജി? അലർജി ശരിക്കും നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഒരു എക്സാജറേറ്റഡ് റെസ്പോൺസ് ആണ് അല്ലെ. അലർജി എന്ന് പറയുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വലിയ തോതിൽ പ്രവർത്തിക്കുക, അത്രയും പ്രവർത്തനം നമുക്ക് ആവശ്യമില്ല. അതാണ് എന്ത് പറയുന്നത്, ഈ അലർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അലർജി കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആന്റിജൻസ് അല്ലെങ്കിൽ ചില എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള തിങ്സ്, അതാണ് എന്ത് അലർജി കോസ് ചെയ്യുന്നത് അല്ലെ. ആ ഒരു ഇതിനെ നമ്മൾ എന്താണ് പറയുന്നത്, അലർജി കോസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ അലർജൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അലർജി കോസ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ അലർജൻ എന്നാണ് പറയുന്നത്. സബ്സ്റ്റൻസ് വിച്ച് എന്താണ് കോസസ് സച്ച് ഇമ്മ്യൂൺ റെസ്പോൺസ്. ഈ ഒരു സബ്സ്റ്റൻസസ് ഇങ്ങനെ ഈ തരത്തിലുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്ന ആ സബ്സ്റ്റൻസസ് നമ്മുടെ അലർജൻസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ അലർജി ഉണ്ടാവാൻ കാരണമാവുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലർജി ഉണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്, IgE ആണ്. ഓക്കെ, അലർജി ഉണ്ടാകുമ്പോൾ നമുക്ക് കുറെ റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ആ റിയാക്ഷൻ ഉണ്ടാവുന്നത് ആര് കാരണമാണ്, IgE കാരണമാണ്. ഓക്കെ, അലർജി എന്ന് പറയുമ്പോൾ ആ സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരെയാണ്, IgE-നെയാണ്. ഓക്കെ, ഈ കോമൺ അലർജൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ കോമൺ ആയിട്ട് ഈ ഒരു അലർജി ഉണ്ടാക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്, ഡസ്റ്റ്, പോളൻ ഗ്രെയിൻസ്, ആനിമൽ ഡാൻഡ്രഫ്, ഇതൊക്കെയാണ് എന്ത് കോമൺ ആയിട്ട് നമുക്ക് എല്ലാവർക്കും അലർജി ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് എന്ന് പറയുമ്പോൾ സ്നീസിങ് ഉണ്ടാവും, വാട്ടറി ഐസ്, റണ്ണിങ് നോസ്, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് അലർജിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. അലർജി എങ്ങനെയാണ്, അലർജിയുടെ കാരണമാകുന്നത് എന്താണെന്ന് വെച്ചാല് റിലീസ് ഓഫ് ഹിസ്റ്റമിൻ ആൻഡ് സെറോട്ടോണിൻ. ഓക്കെ, ഹിസ്റ്റമിന്റെയും സെറോട്ടോണിന്റെയും റിലീസ് ആണ് അലർജിക്ക് കാരണമാകുന്നത്. ഓക്കെ, എവിടുന്നാണ്, മാസ്റ്റ് സെൽസ് ഹിസ്റ്റമിനെയും സെറോട്ടോണിനെയും റിലീസ് ചെയ്യുന്നതാണ് അലർജിക്ക് കാരണമാകുന്നത്. ഇനി അലർജി വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്, IgE ആണ്. ഓക്കെ, അവരാണ് എന്ത് ഉണ്ടാക്കുന്നത്, അലർജിക് റിയാക്ഷൻസ് ഉണ്ടാക്കുന്നത്. ഇനി ഓട്ടോ ഇമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മെമ്മറി പവർ ഉണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഒരു ആന്റിജൻ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അവര് ഫസ്റ്റ് ഒരിക്കൽ അതിനെ കണ്ടിട്ടുണ്ട്, അതിനെതിരെയുള്ള ആന്റിബോഡി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ സെക്കൻഡറി റെസ്പോൺസ് കാണിക്കാനൊക്കെ ആർക്ക് പറ്റും, ഈ ഒരു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ അവർക്ക് ഓട്ടോ ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം സെൽസ് ഏതാണ്, പുറത്തുനിന്നുള്ള സെൽസ് ഏതാണെന്ന് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. ഇല്ലെങ്കിൽ എന്താണ്, ഇല്ലെങ്കിൽ പുറത്തുനിന്ന് വരുന്ന ഫോറിൻ ഒബ്ജക്റ്റ് ആണ്, അതിനെ ഞാൻ അറ്റാക്ക് ചെയ്യണം എന്ന് പറയാൻ അവർക്ക് കഴിയില്ല. അവരെല്ലാത്തിനെയും അറ്റാക്ക് ചെയ്യൂലേ, ഇല്ലേ. ആ ഒരു ഇതാണ് എന്ത് ഓട്ടോ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്.
ഓക്കെ, സ്വന്തം ഇതിനെ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഇത്. ഇനി ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക? ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തിനുള്ള കഴിവ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ നഷ്ടമാവും. സ്വന്തം സെൽസിനെ അവർക്ക് മനസ്സിലാവില്ല. അവർക്ക് ചിലപ്പം സ്വന്തം സെൽസിനെ എന്ത് ചെയ്യും? അറ്റാക്ക് ചെയ്യും. അതിനാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സിന് എന്തൊക്കെ കാരണമാകും? ചിലപ്പം ജനറ്റിക് റീസൺസ് കൊണ്ടാവാം ഇത് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റിലുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ ആവാം ഈ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് വരുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ഇതൊക്കെ എന്താണ്? ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് എക്സാമ്പിൾസ് ആണ്. പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് അല്ലെങ്കിൽ ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ. അതിനെ തന്നെ എന്താക്കിയിട്ടുണ്ട്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്നും സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എടുത്ത് നോക്കുവാണെങ്കിൽ അതിൽ ഏതൊക്കെയാണ് വരുന്നത്? ബോൺ മാരോയും തൈമസും ആണ് നമ്മുടെ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. അവിടെയാണ് എന്ത്? ലിംഫോസൈറ്റ്സിന്റെ പ്രൊഡക്ഷനും മെച്ചുറേഷനും നടക്കുന്നത് എവിടെയാണ്? ബോൺ മാരോയിലും തൈമസിലും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം ലിംഫോസൈറ്റ്സിന്റെ പ്രൊഡക്ഷനും അല്ലെങ്കിൽ മെച്ചുറേഷനും നടക്കുന്നത് ബോൺ മാരോ ആൻഡ് തൈമസിലാണ്. അവരാണ് എന്ത്? പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബോൺ മാരോ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു മെയിൻ ലിംഫോയിഡ് ഓർഗൻ ആണ്. പിന്നെന്താ? അവിടെയാണ് ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ലിംഫോസൈറ്റ്സ് മാത്രമല്ല, എല്ലാ ബ്ലഡ് സെൽസ്, ഓൾ ബ്ലഡ് സെൽസ് ഇൻക്ലൂഡിങ് ലിംഫോസൈറ്റ്സ്. ലിംഫോസൈറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബോൺ മാരോയിലാണ്. നോട്ട് ചെയ്യണേ, ലിംഫോസൈറ്റ്സ് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബോൺ മാരോയിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സെൽസ്, ബ്ലഡിലുള്ള സെൽസ് അധികവും പ്രൊഡ്യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ബോൺ മാരോയിലാണ്. ഓക്കെ, ഇനി തൈമസ് എന്ന് പറയുന്ന ഒരു ബൈലോബ്ഡ് ഓർഗൻ ആണ്. ലൊക്കേറ്റഡ് എവിടെയാണ്? നിയർ ഹാർട്ട് അല്ലെ? ബ്രസ്റ്റ് ബോണിന്റെ താഴെയായിട്ട് ഹാർട്ടിന്റെ അടുത്താണ് എന്ത്? തൈമസ് എന്ന് പറയുന്നത് കാണുന്നത്. ഓക്കെ, അത് ബൈലോബ്ഡ് ആയിട്ടുള്ള ഓർഗൻ ആണ്. നമ്മുടെ ബി ലിംഫോസൈറ്റ് എവിടെയാണ് പ്രൊഡ്യൂസ് ആൻഡ് മെച്ചുറേഷൻ നടക്കുന്നത്? ബോൺ മാരോയിലാണ്. ഓക്കെ, ബി ലിംഫോസൈറ്റിന്റെ പ്രൊഡക്ഷനും മെച്ചുറേഷനും നടക്കുന്നത് എവിടെയാണ്? ബോൺ മാരോയിലാണ്. ഇനി ടി ലിംഫോസൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അവരെവിടെയാണ്? ബോൺ മാരോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷേ എവിടെയാണ് അതിന്റെ ഇത് നടക്കുന്നത്? മെച്ചുറേഷൻ നടക്കുന്നത് തൈമസ് ഗ്ലാൻഡിലാണ്. ഓക്കെ, ബോൺ മാരോയിലാണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, പക്ഷെ തൈമസിലാണ് അതിന്റെ മെച്ചുറേഷൻ നടക്കുന്നത്. അപ്പൊ ബി ലിംഫോസൈറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്, മെച്ചുറേഷൻ നടക്കുന്നത് ബോൺ മാരോയിലാണ്. ടി ലിംഫോസൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രൊഡക്ഷൻ നടക്കുന്നത് ബോൺ മാരോയിലും അതിന്റെ മെച്ചുറേഷൻ നടക്കുന്നത് തൈമസിലുമാണ്. ഓക്കെ, ഇനി എന്തുണ്ട്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ഉണ്ട് അല്ലെ? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ഏതൊക്കെയാണ്? സ്പ്ലീൻ, ലിംഫ് നോഡ്സ്, ടോൺസിൽസ്, പെയേഴ്സ് പാച്ചസ്, സ്മോൾ ഇന്റെസ്റ്റൈനിലുള്ള പെയേഴ്സ് പാച്ചസ്, അപ്പൻഡിക്സ്, ഇതൊക്കെ എന്താണ്? സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ആണ്. ഇവിടെയാണ് ശരിക്കും എന്ത് നടക്കുന്നത് വെച്ചാല് പ്രോലിഫറേഷൻ ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ലിംഫോസൈറ്റ് നടക്കുന്നത്. ലിംഫോസൈറ്റിന്റെ പ്രോലിഫറേഷനും ഡിഫറൻസിയേഷനും നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിലാണ്. ഓക്കെ, ഇവരെന്ത് ചെയ്യും? ഈ ഒരു പ്രോലിഫറേഷൻ കഴിയുമ്പോൾ എഫക്റ്റർ സെൽസ് ആയിട്ട് മാറും. പ്രോലിഫറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ആന്റിജനോടുള്ള ഇതിൽ റിയാക്ട് ചെയ്യാൻ പറ്റുക അല്ലെ? ആ ഒരു റിയാക്ഷൻ സൈറ്റ് അതൊക്കെ എവിടെയാണ്? ഈ ഒരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസിന്റെ അതിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, പിന്നെ മെയിനായിട്ട് ആലോചിച്ച് വെക്കേണ്ടത് എന്താണ്? മാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഓക്കെ, മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്ന് പറയുന്ന മാൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതെന്താണ്? മ്യൂക്കോസൽ ലൈനിങ് ആണ്. ഒരു മ്യൂക്കോസൽ ലൈനിങ് ആണ് ഇതിന്റെ ട്രാക്സുകളുടെ ഒക്കെ.
ഏതൊക്കെയാണ്? റെസ്പിറേറ്ററി, യൂറിനറി ആൻഡ് ഡൈജസ്റ്റീവ് ട്രാക്ടിന്റെ ഒക്കെ ഒരു മ്യൂക്കോസൽ ലൈനിങ് ആണ്. അതിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തുണ്ട് അതിലൊക്കെ നമ്മുടെ ഈ ഒരു ലിംഫോസൈറ്റ്സ് അല്ലെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബോഡിയിലുള്ള ഒരു ലിംഫോയിഡ് ടിഷ്യൂവിന്റെ ഒരു 50% എങ്കിലും എവിടെയാണ് കാണുന്നത്? ഈ ഒരു മ്യൂക്കോസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ആയിട്ട് നമ്മുടെ മ്യൂക്കോസൽ ലൈനിങ് ആയിട്ട് എവിടെയൊക്കെ? റെസ്പിറേറ്ററി, യൂറിനറി, ഡൈജസ്റ്റീവ് ട്രാക്റ്റിലൊക്കെയാണ് കാണുന്നത്. നെക്സ്റ്റ് എന്താണ്? നമ്മൾ എയ്ഡ്സിനെ പറ്റിയാണ് പറയുന്നത്. എയ്ഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് എയ്ഡ്സിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം അല്ലെ? അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. അപ്പം എന്താണ്? ആ ഒരു പേര് കേട്ടാൽ തന്നെ നമുക്ക് അറിയാം എന്തോ നമ്മുടെ അക്വയർഡ് ഇമ്മ്യൂണിറ്റിന്റെ ഡെഫിഷ്യൻസി അല്ലെ സിൻഡ്രോം ആണ്. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ എന്തോ ചെയ്യുകയാണ് അവിടെ? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറയ്ക്കുകയാണ്, ഇത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലെ? ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ആ ഒരു റെസ്പോൺസ് അതിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ സിൻഡ്രോം എന്ന് പറഞ്ഞ് കുറെ കേൾക്കുന്നുണ്ട്. അപ്പം എന്താണ് സിൻഡ്രോം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് സിംറ്റംസ് ആണ്. ഒരു ഗ്രൂപ്പ് ഓഫ് സിംറ്റംസിനെയാണ് നമ്മൾ സിൻഡ്രോം എന്ന് പറയുന്നത്. എയ്ഡ്സ് ഫസ്റ്റ് എന്ന് റിപ്പോർട്ട് ചെയ്തത് എപ്പോഴാണ്? 1981-ലാണ്. ഓക്കെ, ആരാണ് എയ്ഡ്സ് കോസ് ചെയ്യുന്നത്? HIV വൈറസ് ആണ് അല്ലെ? HIV വൈറസ് എന്ന് പറയുമ്പോൾ അതിന്റെ ഫുൾ ഫോം എന്താണ്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അപ്പം ഹ്യൂമൻ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ആളാണ് എന്ത്? ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഓക്കെ, HIV എന്ന് പറയുന്ന ഒരു റിട്രോ വൈറസ് ആണ്. പിന്നെ അതിൽ എന്തുണ്ട്? RNA ആണ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നടക്കുന്നതൊക്കെ നമുക്കറിയാം അല്ലെ? റിട്രോ വൈറസ് ആണ്, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തുന്നുണ്ട്. RNA ആണ് അതിന്റെ ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഇവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ അല്ലെ? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസുമായിട്ട് സെക്ഷൽ കോണ്ടാക്റ്റിൽ വരുമ്പോൾ എന്തായാലും ഈ ഒരു വൈറസ് പാസ് ചെയ്യും, അല്ലെങ്കിൽ ഈ ഒരു രോഗം വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് അല്ലെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത് വഴി നമുക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെന്താ? ഇപ്പം ഡ്രഗ്സ് ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് ഇതാക്കുമ്പോൾ ഇൻട്രാവീനസ് ആയിട്ട് നമ്മൾ കയറ്റുമ്പോ എന്താണ്? മരുന്നുകളൊക്കെ കയറ്റുമ്പോ നമ്മുടെ നീഡില് നല്ല സ്റ്റെറിലൈസ്ഡ് ചെയ്തിട്ടുള്ളതാണോ നമ്മൾ ഉറപ്പ് വരുത്തണം അല്ലെ? കാരണം എന്താ? ഒരു HIV ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുടെ ഇൻട്രാവീനസ് ആ ഒരു വെയിലേക്ക് കടത്തിയിട്ടുള്ള ആ ഒരു ഇതിലാണ് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്നെങ്കിലോ നമുക്ക് ഈ ഒരു അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ? ചാൻസ് അല്ല, അങ്ങനെ ഒരു അസുഖം വരാനുള്ള ഇതുണ്ട്. പിന്നെ എന്താണ്? നമ്മുടെ മദറിന് ഇൻഫെക്റ്റഡ് ആണെങ്കിൽ പ്ലാസന്റയിലൂടെ ആർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്? നമ്മുടെ ഫീറ്റസിന് വരാനുള്ള ചാൻസ് ഉണ്ട്. ചൈൽഡിന് അത് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ HIV ഇൻഫെക്ഷന്റെ സ്റ്റേജസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? ഈ ഒരു HIV നമ്മുടെ വൈറസ്, ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് നമ്മുടെ ബോഡിയിലേക്ക് കയറുന്നു, മാക്രോഫേജസിനെ ഇൻഫെക്ട് ചെയ്യുന്നു. RNA genome replicate to form viral DNA by reverse transcription. RNA genome എന്ന് നമ്മുടെ ഉള്ളിൽ കയറി RNA genome എന്ത് ചെയ്യും? റെപ്ലിക്കേറ്റ് ചെയ്തിട്ട് വൈറൽ DNA ആയിട്ട് മാറും. ബൈ എന്ത് വഴിയാണ്? റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് ആണ് അതിനെ കാറ്റലൈസ് ചെയ്യുന്നത്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ ആണ് നടക്കുന്നത്. വൈറൽ DNA എന്നിട്ട് എന്ത് ചെയ്യും? നമ്മുടെ ഹോസ്റ്റ് സെല്ലിന്റെ DNA-യുമായിട്ട് അങ്ങോട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യും. DNA-യിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യും. ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് എന്ത് ചെയ്യും? വീണ്ടും ഇങ്ങനെ വൈറൽ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഹോസ്റ്റിന്റെ DNA-യിൽ എന്തുണ്ട്? ആ ഒരു വൈറൽ DNA ഇൻകോർപ്പറേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെല്ല് വീണ്ടും ഇതുപോലെയുള്ള വൈറൽ പാർട്ടിക്കിൾസിനെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും? ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സിന്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? റെപ്ലിക്കേറ്റ് ചെയ്യും. പ്രോജനി വൈറസിനെ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇവരെ ആരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്? ടി ലിംഫോസൈറ്റ്സിനെയാണ്. ഹെൽപ്പർ ടി ലിംഫോസൈറ്റ്സിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്? ടി ലിംഫോസൈറ്റ്സിന്റെ അളവ് ഭയങ്കര കുറവായിരിക്കും.
ഓക്കെ, ടി ലിംഫോസൈറ്റ്സിന്റെ ഇത് കുറവായിരിക്കും. അപ്പൊ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി പോയി. അതിന് നോക്കണ്ട അല്ലെ, നമ്മുടെ ടി ലിംഫോസൈറ്റ്സിന്റെ എണ്ണം കുറവാണ്. പക്ഷെ നമുക്ക് ബി ലിംഫോസൈറ്റ് അവിടെ ഉണ്ടല്ലോ, അവർക്ക് കുഴപ്പമില്ലല്ലോ എന്ന് പറയുമ്പോൾ ബി ലിംഫോസൈറ്റിന്റെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരാണ് ആന്റിബോഡീസ് പ്രൊവൈഡ് ഉണ്ടാക്കുന്നത്. പക്ഷേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി ലിംഫോസൈറ്റ് നമ്മുടെ ബി ലിംഫോസൈറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്തിന്, ആന്റിബോഡിന്റെ പ്രൊഡക്ഷന്. ഓക്കെ, അപ്പം എന്തുണ്ടാവും, ആന്റിബോഡിന്റെ പ്രൊഡക്ഷനും കുറയും ഈ ഒരു ടി ലിംഫോസൈറ്റിനെ അറ്റാക്ക് ചെയ്യുമ്പോൾ. സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയും എന്ത് ചെയ്തു, കുറഞ്ഞു അല്ലെ. അപ്പം ഇമ്മ്യൂണിറ്റി എന്തായി, ടോട്ടലി വീക്കായി. ഇമ്മ്യൂണിറ്റി ടോട്ടലി വീക്ക് ആവും. നമ്മുടെ എന്താ അങ്ങനെ വീക്ക് ആയി കഴിഞ്ഞാൽ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് എന്നാണ്, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെയാണ് അവർ ബാധിക്കുന്നത്, വേറെ എവിടെയും ബാധിക്കുന്നില്ല. അപ്പൊ മെയിൻ ആയിട്ട് ഇതിലുണ്ടാവുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ HIV വൈറസിന് ഇവര് ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു മരണകാരണം ആവില്ലെങ്കിലും ഇവരെന്ത് ചെയ്യും, ബാക്കിയുള്ള പാത്തോജൻസിൽ അല്ലെങ്കിൽ ആന്റിജൻസിന് നമ്മളെ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആക്കി കൊടുക്കുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ള അസുഖങ്ങൾ എല്ലാം പെട്ടെന്ന് നമുക്ക് ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ പിടിവരും. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര വീക്ക് ആയി കിടക്കും. ഇത് അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ്. എങ്ങനെയാണ് റിട്രോ വൈറസ് വൈറൽ DNA നോക്കിയിട്ട് നോർമൽ സെല്ലിനെ അറ്റാക്ക് ചെയ്യുന്നു, ആനിമൽ സെല്ലിന്റെ ഉള്ളിൽ കടന്നിട്ട് എന്നിട്ട് എന്തുണ്ടാക്കും, റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ വഴി വൈറൽ DNA പ്രൊഡ്യൂസ് ചെയ്യും. ആ DNA നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഹോസ്റ്റിന്റെ DNA ഇൻകോപ്പറേറ്റ് ചെയ്യും. ഈ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഹോസ്റ്റിന്റെ DNA പിന്നീട് ഇങ്ങനെ അതാവുമ്പോൾ എന്താ ഉണ്ടാക്കും, പുതിയ വൈറൽ പാർട്ടിക്കിൾസിനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പം ആ വൈറൽ പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, അടുത്ത സെൽസിനെ പോയിട്ട് അറ്റാക്ക് ചെയ്യും. എയ്ഡ്സിന്റെ പ്രിവെൻഷൻ എങ്ങനെയൊക്കെയാണെന്ന് ചോദിച്ചാല് മെയിൻ ആയിട്ട് നമ്മള് ഈ ഒരു അവയർനെസ് കൊടുക്കുക എന്നാണ് മെയിൻ ആയിട്ടുള്ളത്. ഈ ഒരു HIV അല്ലെങ്കിൽ എയ്ഡ്സ് അതിന്റെ ഒക്കെ മെയിൻ ആയിട്ടുള്ള അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ആര് മെയിൻ ആയിട്ട് ചെയ്യുന്നത്, NAC അല്ലെങ്കിൽ NACO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത്. എന്താണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, അവർ മെയിൻ ആയിട്ട് ചെയ്യുന്നത് പ്രൊമോട്ടിംഗ് അവയർനെസ്, HIV എയ്ഡ്സിനെ കുറിച്ചുള്ള അവയർനെസ് ആക്കുക. പിന്നെ ഡിസ്പോസിബിൾ സിറിഞ്ച് അല്ലെങ്കിൽ നീഡിൽസ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോ എന്ത് ചെയ്യുക, ആ ഒരു പ്രോപ്പർ മോണിറ്ററിങ് നോക്കുക. നമ്മുടെ കോണ്ടംസ് അല്ലെ, മെയിൽ അല്ലെങ്കിൽ ഫീമെയിൽ കോണ്ടംസ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കറക്റ്റ്ലി യൂസ് ചെയ്യുക, കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്യുക അതിന്റെ യൂസേജ്. ഓക്കെ, പിന്നെ ഡ്രഗ് അബ്യൂസിന്റെ കൺട്രോൾ, അവോയ്ഡ് അൺനോൺ പാർട്ട്ണറുമായിട്ടുള്ള സെക്സ് അല്ലെങ്കിൽ ആ ഒരു കോയിറ്റസ് അവോയ്ഡ് ചെയ്യുക. ഇതൊക്കെയാണ് എയ്ഡ്സ് പ്രിവെന്റ് ചെയ്യാനുള്ള മാർഗങ്ങളായിട്ട് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ടുള്ള എന്താണ്, ക്യാൻസർ ആണ്. ക്യാൻസർ എന്ന് പറയുമ്പോൾ അൺകൺട്രോൾഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ ആണ്. അത് സെൽ ഡിവിഷൻ അൺകൺട്രോൾഡ് ആകുമ്പോൾ എന്താവും, മാസ് ഓഫ് സെല്ലായിട്ട് മാറും അല്ലെ. മാസ് ഓഫ് സെൽസ് അവർക്ക് എന്തുണ്ടാവില്ല, അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു സെൽ ഡിവിഷൻ കഴിഞ്ഞ ആ സെല്ല് ഡെത്ത് ഒന്നും ഉണ്ടാവില്ല, സെൽ ഡെത്ത് ഒന്നും ഉണ്ടാവില്ല. അവർ ഇങ്ങനെ അൺകൺട്രോൾഡ് ആയിട്ട് ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള സെൽസിനെ നമ്മൾ എന്താണ് പറയുന്നത്, ക്യാൻസർ സെൽസ് എന്നാണ് പറയുന്നത്. ഈ ക്യാൻസർ സെൽസിന് ഒരു പ്രോപ്പർട്ടി നഷ്ടപ്പെടും. ഏത് പ്രോപ്പർട്ടിയാണ്, കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി. കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ വേറൊരു സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും ഉള്ളതിൽ ഒരു സെല്ലിന് ഡിവൈഡ് ചെയ്യുക അല്ലെങ്കിൽ ഇത്ര ഇതിൽ ഡിവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളത് വേറൊരു സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ഉള്ളതാണ്. ഓക്കെ, ആ ഒരു ഇത് കപ്പാസിറ്റി അങ്ങനെ നഷ്ടപ്പെടും അല്ലെ. ഒരു സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുമ്പോൾ ഇത്രയും ഡിഫറെന്റ് ഡിവിഷനെ പാടുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ ഡിവൈഡ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഇത്ര സെൽ ഡിവിഷൻ കഴിഞ്ഞിട്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ള ഇതൊന്നും അവർക്ക് ഉണ്ടാവില്ല. ഓക്കെ, ഇവര് തനിയെ നിൽക്കാൻ പറ്റും. ഈ ഒരു ക്യാൻസർ സെൽസിന് തനി ഒരൊറ്റ ലെയർ ആയിട്ട് വേറെ നിൽക്കാനൊക്കെ പറ്റും. അവർക്ക് കോണ്ടാക്ട് ഇൻഹിബിഷൻ ഉണ്ടാവില്ല. അപ്പൊ കോണ്ടാക്ട് ഇൻഹിബിഷൻ എന്ന് പറയുമ്പോൾ വേറൊരു സെല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന സമയത്ത് അവർക്ക് ഡെഫിനറ്റ് ആയിട്ടുള്ള എന്തേ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിവിഷൻ നടക്കുന്നുള്ളൂ. അത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഡിവിഷൻ ആയിരിക്കും, ഇത്ര നമ്പർ ഓഫ് ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ആ ഒരു പ്രോപ്പർട്ടി എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ ഈ ക്യാൻസർ സെൽസ് കുറെ ഇങ്ങനെ സെൽസിനെ ഇതാക്കുന്നുണ്ടെന്ന് അറിയില്ല. അങ്ങനെ സെൽസ് ഇങ്ങനെ കുറെ ആയി കഴിയുമ്പോൾ എന്താവും, ഒരു
മാസ് ഓഫ് സെൽ ഇങ്ങനെ കൂടിക്കിടക്കുന്നതായിരിക്കും. അതിന് എന്താ പറയുന്നത്? അതിനെയാണ് നമ്മൾ ട്യൂമേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. ഇത്രയും മാസ് ഓഫ് സെൽ ഇങ്ങനെ കൂടി ഇങ്ങനെ ഇതായി കിടക്കുന്നതിനെയാണ് നമ്മൾ ട്യൂമേഴ്സ് എന്ന് പറയുന്നത്. 2 ടൈപ്പുള്ള ട്യൂമേഴ്സിനെ നമ്മൾ കാണുന്നുണ്ട്. ഏതൊക്കെയാണ്? ബെനിൻ ട്യൂമറും ഉണ്ട്, മാലിഗ്നന്റ് ട്യൂമറും ഉണ്ട്. അപ്പൊ ഇതില് മെയിൻ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്താന്ന് പറഞ്ഞാല് നമ്മുടെ മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ട്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡിലൂടെ അല്ലെങ്കിൽ ലിംഫിലൂടെ ഒക്കെ ഒരു ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലിന് എന്ത് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടെ നിന്നും ഡിവൈഡ് ചെയ്ത് വേറെ ആക്കാനും അവിടെയുള്ള സെൽസിനെ ക്യാൻസറസ് ആക്കി മാറ്റാനുള്ള ഒരു കഴിവ്, അതാണ് മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ക്യാൻസർ സെൽ ആയി കഴിഞ്ഞു, അവർക്ക് എന്ത് ചെയ്യാം, ബ്ലഡിലൂടെ അല്ലെങ്കിൽ ലിംഫിൽ ആ ഇതിലൂടെ ഒക്കെ ഫ്ലൂയിഡ്സിലൂടെ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെയും ഇതുപോലെ ട്യൂമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും അവിടെയുള്ള ബാക്കിയുള്ള സെൽസിനെ ക്യാൻസറസ് ആക്കാനുള്ള ഒരു കപ്പാസിറ്റി, അതിനെയാണ് നമ്മൾ മെറ്റാസ്റ്റാസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രോപ്പർട്ടിനെയാണ്. അപ്പൊ മാലിഗ്നന്റ് ട്യൂമറിന് എന്തുണ്ട്? ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട്. പക്ഷെ ബെനിൻ ട്യൂമർ എന്താണ്? അവര് മൂവ് ചെയ്യൂല. അവര് ആ നിന്നിടത്ത് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ട്യൂമേഴ്സ് ഉണ്ടാക്കുള്ളൂ. അവർക്ക് സ്പ്രെഡ് ചെയ്യില്ല. അവര് അവരുടെ ഒറിജിനൽ ലൊക്കേഷനിൽ തന്നെയാണ് നിൽക്കുക, സ്പ്രെഡ് ചെയ്യില്ല, വേറെ ലൊക്കേഷനിലേക്ക് സ്പ്രെഡ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് കുറച്ചുകൂടി കൺട്രോൾ ചെയ്യാൻ ഈസി ആയിട്ടുള്ളത് തമ്മിൽ ഭേദം എന്ന് പറയുന്നത് എന്താണ്? ബെനിൻ ട്യൂമർ ആണ്. അവരെ കൺട്രോൾ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയാണ്. കാരണം എന്താ, അവർ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ എന്തുണ്ടാക്കില്ല, ക്യാൻസർ ഉണ്ടാക്കില്ല അല്ലെങ്കിൽ ട്യൂമർ ഉണ്ടാക്കില്ല. മാലിഗ്നന്റ് ട്യൂമറിന് മെറ്റാസ്റ്റാസിസ് ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, അവരെന്ത് ചെയ്യും, അവർ വേറൊരു സ്ഥലത്തേക്കൊക്കെ പോയിട്ട് അവിടെയും ട്യൂമർ ഉണ്ടാക്കി ആ കുറച്ചുകൂടി ലീഗൽ ആയിട്ടുള്ള ഇതായിട്ട് മാറും. നമുക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ എന്താണ് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അവർ ആക്റ്റീവ്ലി ഡിവൈഡ് ചെയ്യും, ആക്റ്റീവ്ലി ഗ്രോ ചെയ്യും. പിന്നെ എന്താ, നോർമൽ സെൽസിനെ സ്റ്റാർവ് ചെയ്ത് അവർക്കുള്ളതും കൂടി എടുത്ത് ഇതാക്കും. ഈ ഒരു ക്യാൻസർ കോസ് ചെയ്യുന്ന ആൾക്കാർ, ക്യാൻസർ കോസിങ് ഏജൻസ് അല്ലെങ്കിൽ കാർസിനോജൻസ് എന്ന് പറയുന്ന ആൾക്കാർ അല്ലെ, ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഏജൻസ്. അപ്പം ആ ഒരു കാർസിനോജൻസ് എന്ന് പറയുന്നത് കുറെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കാർസിനോജൻസ് ഉണ്ട്. അപ്പൊ ഫിസിക്കൽ ആയിട്ട് ഉള്ള ഏജൻസ് എന്ന് പറയുമ്പോൾ അയണൈസിങ് റേഡിയേഷൻസ് ലൈക്ക് എക്സ്റേസ്, ഗാമ റേസ്, അയണൈസിങ് റേഡിയേഷൻസ് ആയിട്ടുള്ള UV റേസ്, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഫിസിക്കൽ ഏജൻസ് ആണ്. ക്യാൻസർ കോസിങ് ആയിട്ടുള്ള ഫിസിക്കൽ ഏജൻസ് ആണ്. ഇനി കെമിക്കൽ ഏജൻസ് ഉണ്ട്. ഏതൊക്കെയാണ്? ടൊബാക്കോന്റെ സ്മോക്ക്, സോഡിയം അസൈഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്, മീഥൈൽ ഇഥൈൻ സൾഫോണേറ്റ്, ഇതൊക്കെ എന്താണ്? കെമിക്കൽസ് ആണ്. അവർ കാർസിനോജൻസ് ആണ്. ക്യാൻസർ കോസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാരാണ്. ഇനി ബയോളജിക്കൽ ഏജൻസ് ഉണ്ട്. ഓങ്കോജനിക് വൈറസസ് എന്ന് പറയുന്ന വൈറസ്, ഓക്കെ, അവർക്ക് വൈറൽ ഓങ്കോജീൻസ് ഉണ്ട്. അവരെന്ത് ചെയ്യും? ആ ജീൻസ് നമ്മുടെ ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് അവർ ക്യാൻസർ ആയിട്ട് നമ്മുടെ സെല്ലിനെ മാറ്റുന്ന ഓങ്കോജനിക് വൈറസസ് ഉണ്ട്. പിന്നെന്താ, സെല്ലുലാർ ഓങ്കോജീൻസ് ഉണ്ട്. ഓക്കെ, അവര് പ്രോട്ടോ ഓങ്കോജീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമ്മുടെ നോർമൽ സെൽസിലൊക്കെ കാണുന്ന ഇതാണ്. പ്രോട്ടോ ഓങ്കോജീൻസ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ നമുക്ക് സെല്ലുലാർ ഓങ്കോജീൻസിനെ നമുക്ക് നമ്മുടെ ഉള്ളിൽ കാണാൻ പറ്റും. ഓക്കെ, എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ ഒക്കെ നടന്നു കഴിയുമ്പോൾ ആ സെൽസ് എന്താവും? ഓങ്കോജീൻസ് ആയിട്ട് മാറും. പ്രോട്ടോ ഓങ്കോജീൻസിനെ നമുക്ക് നമ്മുടെ സെല്ലിലൊക്കെ കാണാൻ പറ്റും. അപ്പം എന്തെങ്കിലും ഒരു കോസ്, എന്തെങ്കിലും ഒരു ഇൻഡ്യൂഷൻ നടന്നു കഴിയുമ്പോൾ എന്താവും? ഒരു മ്യൂട്ടേഷൻ നടക്കുമ്പോൾ അവിടെ അത് അവരെന്താവും? ഓങ്കോജീൻസ് ആയിട്ട് മാറും. അപ്പൊ നോർമൽ സെൽസ് എന്താവും? നോർമൽ സെൽസിനെ ഓങ്കോജനിക് സെൽസ് അല്ലെങ്കിൽ ക്യാൻസർ കോസിങ് സെൽസ്, ക്യാൻസറസ് ആയിട്ടുള്ള സെൽസ് ആക്കി മാറ്റും. ഇനി ക്യാൻസറിന്റെ ഡിറ്റക്ഷൻ അല്ലെങ്കിൽ ഡയഗ്നോസിസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ബയോപ്സി ഉണ്ട്. ഓക്കെ, അതെന്താണ്? histopathological study of the tissues, biopsy and histopathological study of the tissues, radiography, ഇങ്ങനെയാണ് എക്സ്റേസ്, പിന്നെ CT കമ്പ്യൂട്ടറൈസ്ഡ് ഉള്ള ടോമോഗ്രാഫി, MRI സ്കാൻ എന്ന് പറയുന്ന മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്, പിന്നെ ആന്റിബോഡീസ്, ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ളതിന്റെ ആന്റിബോഡീസ്, ക്യാൻസർ സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിജന്റെ ആന്റിബോഡീസ് നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന്
ടെസ്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിനാണ്? ക്യാൻസറിന്റെ ഡിറ്റക്ഷനെ സഹായിക്കും. ഇനി നമ്മള് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്സ് നോക്കുകയാണെങ്കിൽ സർജറി ഉണ്ട്. സർജറി എന്താ ചെയ്യുന്നത്? സർജറി ശരിക്കും അവസാനത്തെ ഒരു മെത്തേഡായിട്ടാണ് പറയുന്നത്. സർജറി ശരിക്കും നമ്മൾ അവസാനത്തേതായിട്ടാണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? ആ ഒരു ട്യൂമറിനെ നമ്മുടെ ബോഡിയിൽ നിന്ന് സർജിക്കലി റിമൂവ് ചെയ്യാൻ ചെയ്യുന്നത്. റേഡിയേഷൻ തെറാപ്പി ഉണ്ട്. എന്താണ് റേഡിയോ തെറാപ്പി എന്ന് പറയുന്നത്? റേഡിയേഷൻസുമായിട്ട് എക്സ്പോഷർ ചെയ്തിട്ട് ആ ഒരു ട്യൂമർ സെൽസിനെ എന്ത് ചെയ്യാണ്? ലീതലി അങ്ങോട്ട് നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. കീമോതെറാപ്പി എന്താണ്? കീമോതെറാപ്പി എന്ന് പറഞ്ഞാൽ ആന്റി ക്യാൻസർ ഡ്രഗ്സ് ഒക്കെ കെമിക്കൽസ്, ആന്റി ക്യാൻസർ ഡ്രഗ്സ് കെമിക്കൽസ് കൊടുത്തിട്ട് അതിനെ നശിപ്പിക്കാൻ നോക്കുവാണ്. ഇമ്മ്യൂണോതെറാപ്പി ഉണ്ട്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറഞ്ഞാല് ആൽഫ ഇന്റർഫെറോൺസ് കൊടുക്കും. ആൽഫ ഇന്റർഫെറോൺസ് നമ്മൾ ഉള്ളിലേക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ആക്റ്റീവ് ഇമ്മ്യൂണിറ്റി ഇല്ലേ, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കൊണ്ട് തന്നെ ഈ ഒരു ക്യാൻസർ സെൽസിനെ ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നതാണ് എന്ത്? ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. ആൽഫ ഇന്റർഫെറോൺസിനെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഈ ക്യാൻസർ സെൽസിനോട് അല്ലെങ്കിൽ ഈ ട്യൂമേഴ്സിനോട് ആക്ട് ചെയ്ത് അതിനെ തോൽപ്പിക്കാനുള്ളത് നടക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആൽക്കഹോൾസ് ആൻഡ് ഡ്രഗ്സ് ആണ്. ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ ഒപ്പിയോയിഡ് ഉണ്ട്. ഒപ്പിയോയിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ഡ്രഗ്സ് സ്പെസിഫിക് ഒപ്പിയോയിഡ് റിസപ്റ്ററുമായിട്ടാണ് ബൈൻഡ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയിലുള്ള ഒപ്പിയോയിഡ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്യുന്നവരെയാണ് ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്നത്. ഈ ഒരു ഒപ്പിയോയിഡ് റിസപ്റ്റർ എവിടേക്കാണുള്ളത്? സെൻട്രൽ നെർവസ് സിസ്റ്റം CNS-ലും ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലുമാണുള്ളത്. ഈ രണ്ട് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലും ഒക്കെയുള്ള ഒപ്പിയോയിഡ് റിസപ്റ്ററുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു എന്നിട്ട് ഇതാക്കാൻ കഴിയുന്നവരാണ് എന്ത്? ഒപ്പിയോയിഡ്സ് എന്ന് പറയുന്ന ഡ്രഗ്സ്. അതിലുള്ളവരാണ് എന്ത്? ഹെറോയിൻസ്. ഹെറോയിൻസ് എന്ന് പറയുമ്പോൾ കോമൺലി കോൾഡ് സ്മാക്ക്. അതിനെ സ്മാക്ക് എന്നാണ് കോമൺലി വിളിക്കുന്നത്. കെമിക്കലി അതിന്റെ പേരെന്താണ്? ഡൈഅസറ്റൈൽ മോർഫിൻ എന്നാണ് അതിന്റെ കെമിക്കൽ നെയിം. ഡൈഅസറ്റൈൽ മോർഫിൻ. ഹെറോയിൻ അല്ലെങ്കിൽ കോമൺലി കോൾഡ് സ്മാക്ക്, അതിനെ ഡൈഅസറ്റൈൽ മോർഫിൻ എന്ന് പറയുന്നു. അത് വൈറ്റ് ആയിട്ടുള്ള ഓർഡർലെസ് ആയിട്ടുള്ള ബിറ്റർ ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ്. ക്രിസ്റ്റലൈൻ കോമ്പൗണ്ട് ആണ്, കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്. ഇതൊക്കെയാണത്. ഓക്കെ, എങ്ങനെയാണ് അത് കിട്ടുന്നത് വെച്ചാല് മോർഫിന്റെ അസറ്റൈലേഷൻ വഴിയാണ് അത് കിട്ടുന്നത്. ഓക്കെ, മോർഫിനെ അസറ്റൈലേഷൻ നടത്തിയിട്ടാണ് കിട്ടുന്നത്. എവിടെ നിന്നാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോപ്പി പ്ലാന്റ്, സോംനിഫർ എന്ന് പറഞ്ഞിട്ടുള്ള ഒപ്പിയം പോപ്പി എന്ന് പറഞ്ഞിട്ടുള്ള പോപ്പി പ്ലാന്റിന്റെ ലാറ്റക്സിൽ നിന്നാണ് അതിനെ കിട്ടുന്നത്. എങ്ങനെയാണ്? സ്നോട്ടിങ് ശ്വസിച്ച് അങ്ങനെ എടുക്കുന്നതാണ്, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ആയിട്ട് ഒക്കെയാണ് എടുക്കുന്നത്. സ്നോട്ടിങ് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ ഒക്കെയാണ് ജനറലി അത് എടുക്കുന്ന ഒരു രീതി. ഹെറോയിൻ എന്ന് പറയുന്നത് ഒരു ഡിപ്രസന്റ് ആണ്. ബോഡിയുടെ ഫംഗ്ഷനെ സ്ലോ ഡൗൺ ആണ് ചെയ്യുക. ഒരു ഡിപ്രസന്റ് ആണ് എന്ത്? ഈ ഒരു ഹെറോയിൻ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യുക? സ്ലോ ഡൗൺ ചെയ്യാണ് ചെയ്യുക. കനാബിനോയിഡ്സ് ഉണ്ട്. കനാബിനോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? കനാബിനോയിഡ് റിസപ്റ്ററുമായിട്ട് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന കെമിക്കൽസ് ആണ് എന്ത്? കനാബിനോയിഡ്സ് എന്ന് പറയുന്നത്. ബ്രെയിനിലുള്ള കനാബിനോയിഡ് റിസപ്റ്ററുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് കനാബിനോയിഡ്സ് എന്ന് പറയുന്ന കെമിക്കൽ ഗ്രൂപ്പ്. അവർ എവിടുന്നാണ് കിട്ടുന്നത്? കനാബിസ് സറ്റൈവ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാന്റിന്റെ ഇൻഫ്ലോറസെൻസിൽ നിന്നാണ് അവർ കിട്ടുന്നത്. ഓക്കെ, ഫ്ലവറിന്റെ ടോപ്പ്, പിന്നെ ലീവ്സ്, പ്ലാന്റിന്റെ റെസിൻ, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെ ആക്കിയിട്ട് അതൊക്കെ വാരിയസ് ഫോമിൽ അല്ലെങ്കിൽ വാരിയസ് കോമ്പിനേഷനിലാക്കിയിട്ട് എന്തൊക്കെ ഉണ്ടാക്കും? എന്തൊക്കെയാണ് ഈ ഒരു കനാബിനോയിഡ്സിന്റെ അണ്ടറിൽ വരുന്നതെന്ന് വെച്ചാൽ മരിജുവാന ഉണ്ട്, ഹാഷിഷ് ഉണ്ട്, ചരാസ് ഉണ്ട്, ഗഞ്ച. ഇതൊക്കെ എന്താണ്? കനാബിനോയിഡ്സിന്റെ അണ്ടറിൽ വരുന്നതാണ്. ഇവരെ മെയിൻലി എങ്ങനെയാണ് എടുക്കുന്നത്? ഇൻഹലേഷൻ വഴി അല്ലെങ്കിൽ ഓറൽ ഇഞ്ചക്ഷൻ വഴി. ഓറലി നമ്മൾ ഇതാക്കും, അല്ലെങ്കിൽ ഇൻഹലേഷൻ ആണ്. ഇവർ എഫക്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത്. ഓക്കെ, കാർഡിയോ വാസ്കുലാർ സിസ്റ്റത്തിനെയാണ് എഫക്ട് ചെയ്യുന്നത് കനാബിനോയിഡ്സ്.
ഇനി നെക്സ്റ്റ് കൊക്കെയിൻ ആണ്. കൊക്കെയിൻ എന്ന് പറയുമ്പോൾ കൊക്ക ആൽക്കലോയിഡ് അല്ലെങ്കിൽ കൊക്കെയിൻ എന്ന് പറയുന്നത് എവിടുന്നാണ് കിട്ടുന്നത്? എറിത്രോസൈലം കൊക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് നിന്നാണ്. എറിത്രോസൈലം കൊക്ക എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റ് നിന്നാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണ്? ഡോപ്പമിൻ. ഡോപ്പമിൻ ന്യൂറോ ട്രാൻസ്മിറ്റർ. ഡോപ്പമിൻ ആണ് എന്തിന്? നമ്മുടെ യൂഫോറിക് ഇതിനൊക്കെ നമുക്ക് സന്തോഷമൊക്കെ വരുമ്പോൾ ഏതാണ് ഇതാക്കുന്നത്? ഡോപ്പമിൻ ആണ് അല്ലെ. അപ്പം അതിന്റെ ട്രാൻസ്പോർട്ടിനെ ഇന്റർഫിയർ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഈ ഒരു കൊക്കെയിൻ എന്ന് പറയുന്ന ആള്. ഇവരെ കോമൺ ആയിട്ട് കോക്ക് അല്ലെങ്കിൽ ക്രാക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, നോട്ട് ചെയ്തിട്ടാണ് യൂഷ്വലി എടുക്കുന്നത്. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനെയാണ് എന്ത് ചെയ്യുന്നത്? എഫക്ട് ചെയ്യുന്നത്. അവരെന്താ കൊടുക്കുന്നത്? യൂഫോറിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. ഇൻക്രീസ്ഡ്, ഭയങ്കര ഇൻക്രീസ്ഡ് എനർജിയും യൂഫോറിക് ആയിട്ടുള്ള ഒരു യൂഫോറിയ എന്ന് പറയുന്ന ആ ഭയങ്കര ഇത് കൊടുക്കുന്ന ഒരു ഫീലിംഗ് ആണ് അവർ കൊടുക്കുന്നത്. എക്സസീവ് ഡോസേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഹാലുസിനേഷൻ ഒക്കെ വരും. അതിലായിട്ടുള്ളതൊക്കെ ഇമാജിനേഷൻ, ആ ഹാലുസിനേഷൻ ഒക്കെ വരും. പിന്നെ അട്രോപ്പ ബെല്ലാഡോണ എന്ന് പറഞ്ഞിട്ടുള്ളതും ഡാറ്റിറ എന്ന് പറഞ്ഞിട്ടുള്ളതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരിൽ നിന്ന് എടുക്കുന്ന ഇത്, അവരിൽ നിന്ന് ഉണ്ടാക്കുന്ന ആ ഡ്രഗ്സ് ഒക്കെ എന്ത് ചെയ്യും? അവർക്ക് ഹാലൂസിനേഷൻ ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ഹാലുസിനോജനിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ഉണ്ട് ഈ രണ്ട് പ്ലാന്റിൽ നിന്ന് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ പ്ലാന്റ്സിന്റെ പ്രൊഡക്ട്സിന്. ഓക്കെ, ഇനി ഈ ഒരു കനാബിനോയിഡ്സ് നമ്മുടെ സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ എടുക്കുന്നുണ്ട്. എന്തിനാണ്? ഇവർക്ക് ഭയങ്കര ഇൻക്രീസ്ഡ് ആയിട്ടുള്ള ഡോപ്പമിന്റെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആണ്. അപ്പൊ എന്താ, എനർജി ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് കിട്ടുന്ന പോലെ ഒക്കെ തോന്നും അല്ലെ. അപ്പൊ സ്പോർട്സ് പേഴ്സൺസ് ഒക്കെ അറിയും ഈ ഒരു ഇതില് അബ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ടൊബാക്കോ ആണ്. ടൊബാക്കോ എന്ന് പറയുമ്പോൾ സ്മോക്ക് ചെയ്യുക അല്ലെങ്കിൽ ചവച്ചിട്ട് അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ആസ് എ സ്നഫ് ഇതാക്കാനൊക്കെയാണ് എടുക്കുന്നത്. എന്താണ് നിക്കോട്ടിൻ എന്ന് പറയുന്ന ഒരു ആൽക്കലോയിഡ് ആണ് എന്ത് ടൊബാക്കോയിൽ മെയിൻ ആയിട്ട് കാണുന്നത്. നിക്കോട്ടിൻ എന്തിനെയാണ്? അഡ്രിനൽ ഗ്ലാൻസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ബ്ലഡ് പ്രഷർ ഇൻക്രീസ് ചെയ്യുക, ഹാർട്ടിന്റെ റേറ്റ് ഇൻക്രീസ് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യുന്നത്. അഡ്രിനൽ ഗ്ലാൻഡിനെ അതിനെയാണ് എഫക്ട് ചെയ്തിട്ട് ബ്ലഡ് പ്രഷറും ഹാർട്ടിന്റെ റേറ്റും ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ടൊമാറ്റോ ആ ഒരു സ്മോക്കിംഗ് എന്തിനൊക്കെ കാരണമാവും? ലങ്ങിന്റെ ക്യാൻസർ, യൂറിനറി ബ്ലാഡർ, ത്രോട്ട്, ബ്രോങ്കൈറ്റിസ്, എംഫിസമിക്, പിന്നെ കൊറോണറി ഹാർട്ട് ഡിസീസ്, ഗ്യാസ്ട്രിക് അൾസർ, ഇതിനൊക്കെ കാരണമാവും എന്ത്? ഈ ഒരു ടൊബാക്കോന്റെ സ്മോക്കിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു സ്മോക്കിംഗ് എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മുടെ CO അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിന്റെ ഇതില്ലേ, ആ ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഇല്ലേ, ആ ഒരു ഇത് എന്ത് ചെയ്യും? നമ്മുടെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറച്ചിട്ട് എന്താവും? നമ്മുടെ സിഒന്റെ ഇത് കൂട്ടും. ഓക്കെ, ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി എന്ത് ചെയ്യും? കുറയ്ക്കും. ഓറൽ ക്യാവിറ്റിന്റെ ക്യാൻസറിനും എന്ത് ചെയ്യുന്നുണ്ട്? കാരണമാവുന്നുണ്ട് ഈ ഒരു ടൊബാക്കോയുടെ ച്യൂയിങ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ വരുന്ന ഒരു പോർഷൻ ആണ് അഡിക്ഷൻ എന്ന് പറയുന്ന കാര്യം. അഡിക്ഷൻ എന്താ പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ ഒരു ടെമ്പററി ആയിട്ടുള്ള യൂഫോറിയ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കിട്ടുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ഫീലിംഗ് ഇല്ലേ, ഈ ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ, ആ ഒരു ഫീലിങ്ങിനോടുള്ള ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് ആണെന്ത്? നമ്മൾ അഡിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു അഡിഷൻ ഇതാകുന്നതിനനുസരിച്ച് എന്താ ചെയ്യുന്നത് വെച്ചാല് നമ്മൾ ഈ എടുക്കുന്ന ഡ്രഗ്സിന്റെ അളവൊക്കെ കൂട്ടേണ്ടി വരും. കാരണം സെയിം ആയിട്ടുള്ള അളവിൽ എടുക്കുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു അളവില് ആ ഒരു തൃപ്തി നമുക്ക് വരാതെ ആവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ ടോളറന്റ് ലെവൽ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് അത്രയും അളവിൽ വീണ്ടും വീണ്ടും അത് എടുക്കേണ്ടി വരും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രേറ്റർ ഇൻടേക്ക്. നമ്മൾ വലിയ ഗ്രേറ്റർ ഇൻടേക്ക് എടുത്താൽ മാത്രമേ പിന്നെ അതിന്റെ എഫക്റ്റ് വരൂ എന്നുള്ളതൊക്കെ വരുമ്പോൾ അതിനെന്താ നമ്മൾ പറയുക? അഡിക്ഷൻ എന്നാണ് പറയാം. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഫസ്റ്റ് ഒരൊറ്റ ടൈം മാത്രമേ ഇതാക്കുന്നുള്ളെങ്കിലും അതിനെ ഫോർറണ്ണർ ടു അഡിക്ഷൻ, നമുക്ക് അഡിക്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ ഒരു അഡിക്ഷൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് അതിനെ കളയണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് കളയാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്താ വെച്ചാല് വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. നമ്മൾ അതിനെ എടുക്കാതിരിക്കുമ്പോൾ നമുക്ക് വിത്ഡ്രോവൽ സിംറ്റംസ് ഉണ്ടാവും. നമ്മുടെ ബോഡിക്ക് ഒരു അൺപ്ലസൻസ് ആയിട്ടുള്ള ഇത് വരും. ആ റെഗുലർ ആയിട്ട് നമ്മൾ ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വിത്ഡ്രോവൽ അത് നമുക്ക് ഇല്ലാതായിരിക്കുമ്പോൾ വിത്ഡ്രോവൽ സിംറ്റംസ് കാണിക്കും. എന്താണ്? ആൻസൈറ്റീസ്, ഷേക്കിനെസ്, ഇങ്ങനെ വിറയ്ക്കുന്നത്, നോസിയ, സ്വെറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വിത്ഡ്രോവൽ സിംറ്റംസ് തുടങ്ങും. ഓക്കെ,
ആൽക്കഹോൾ അബ്യൂസ് അല്ലെങ്കിൽ ഇതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഇതിങ്ങനെ യൂസ് ചെയ്ത് കഴിയുമ്പം അല്ലെങ്കിൽ ആൽക്കഹോൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഇതൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താവും കുറച്ച് നമ്മൾ റെഗുലർലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും, സോഷ്യൽ പ്രോബ്ലംസ് ഉണ്ടാവും, നമുക്ക് അതുകൊണ്ട് ഇഞ്ചുറീസ്, പിന്നെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ഉണ്ടാവും, എന്താണ് രോഗങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ള വയലൻസ്, ഡെത്ത്, ആക്സിഡൻസ്, സൂയിസൈഡ്സ്, ഹോമിസൈഡ്സ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മോർട്ടാലിറ്റി റേറ്റ് കൂടാന്, പിന്നെ നമുക്ക് അതിനോട് ഭയങ്കരമായിട്ടുള്ള അഡിഷൻ, അതിനോടുള്ള ഡിപ്പെൻഡൻസി അതൊക്കെ എന്തിൽ വരുന്നതാണ്? ഈ ഒരു ആൽക്കഹോൾ അബ്യൂസ് അല്ലെങ്കിൽ ഡ്രഗ് അബ്യൂസ് ഇതിൽ വരുന്നതാണ്. പിന്നെ ഹാർട്ട് ഫെയിലിയർ, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുക, അൾസർ ഉണ്ടാവുക, സ്റ്റൊമക്ക് അൾസർ ഉണ്ടാവുക, പാൻക്രിയാറ്റിസ് ഉണ്ടാവുക, അങ്ങനെ കുറെ എന്തുണ്ടാവും, കുറെ ആഫ്റ്റർ എഫക്ട്സ് ഈ ഒരു അല്ലെങ്കിൽ ഈ ഒരു ഡ്രഗ് അബ്യൂസ് കൊണ്ട് നമുക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ പ്രഗ്നൻസി ആയിരിക്കുന്ന സമയത്ത് ഈ ആൽക്കഹോൾ ഡ്രഗ്സ് ഒക്കെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫീറ്റസിന് അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഡ്രഗ് യൂസേഴ്സിൽ അധികം എന്ത് കാണാനുള്ള ഈ എയ്ഡ്സ് അങ്ങനെയുള്ളതൊക്കെ അവര് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളതൊക്കെ എടുത്ത് ഒരു ബോധമില്ലാണ്ട് എടുത്ത് ഇതാക്കുന്നത്. ഈ ഒരു ഡ്രഗ് അല്ലെങ്കിൽ ആൽക്കഹോൾ അബ്യൂസിന്റെ ഒരു പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എന്ന് പറയുകയാണെങ്കിൽ എന്താണ്? അൺഡ്യൂ ആയിട്ടുള്ള പിയർ പ്രഷർ, നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രഷർ ഉണ്ടാവുക നമുക്കിത് ട്രൈ ചെയ്യാനോ അല്ലെങ്കിൽ കഴിക്കാനോ ആയിട്ട് അവോയ്ഡ് അൺഡ്യൂ പിയർ പ്രഷർ. പിന്നെ എഡ്യൂക്കേഷൻ, ഇതിനെതിരെ അല്ലെങ്കിൽ ഇതിന്റെ ബോധവൽക്കരണം നടത്തുന്ന എഡ്യൂക്കേഷൻ കൗൺസിലിംഗ്. പിന്നെ നമ്മൾ ഇതിന് അഡിക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? പാരന്റ്സിനോ അല്ലെങ്കിൽ പിയേഴ്സിനോ ആയിട്ട് ഹെൽപ്പ് നമ്മൾ ചോദിക്കുക. പിന്നെ ഡേഞ്ചർ സൈൻസിനെയൊക്കെ ആ സൈൻസ് വന്നിട്ടുണ്ട് അങ്ങനെ വരുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി അഡിക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞാൽ വെറുതെ ഇതാക്കാതെ എന്ത് ചെയ്യുക? ഒരു മെഡിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഹെൽപ്പ് എന്ത് ചെയ്യുക? നോക്കുക. അപ്പൊ ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ മാലിഗ്നന്റ് ടെർഷ്യറി മലേറിയ ഈസ് കോസ്ഡ് ബൈ പ്ലാസ്മോഡിയം. ഏത് പ്ലാസ്മോഡിയം വഴിയാണ് മാലിഗ്നന്റ് മലേറിയ ഉണ്ടാവുന്നത്? മാലിഗ്നന്റ് മലേറിയ കോസ് ചെയ്യുന്നത് പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. പ്ലാസ്മോഡിയം ഫാൽസിപാരം ആണ്. പിന്നെ the pathogens responsible for causing elephantiasis are transmitted to a healthy person through എന്തിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫീമെയിൽ മോസ്കിറ്റോ വെക്ടറിലൂടെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇന്റർഫ്രോൺസ് ആർ സെക്രീറ്റഡ് ബൈ ഇന്റർഫ്രോൺസ് ആരാണ് സെക്രീറ്റഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സെൽസ് ആണ് വേറെ സെൽസിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്? അല്ലെങ്കിൽ മെസ്സേജർ വഴിക്ക് ഇന്റർഫ്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് അക്വയർഡ് ഇമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് പറയാനാണെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഈസ് എ നോൺ സ്പെസിഫിക് ടൈപ്പ് ഓഫ് ഡിഫൻസ് പ്രസന്റ് അറ്റ് ബർത്ത് എന്നാണ് ഫസ്റ്റ് ഇത് തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതെന്താണ്? അത് ഇൻകറക്റ്റ് ആണ്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്താണ്? നോൺ സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ആണോ? അല്ല, സ്പെസിഫിക് ആയിട്ടുള്ള ടൈപ്പ് ആണ്. പ്രസന്റ് ബർത്ത് നടക്കുന്നത് ജനിച്ചു കഴിയുമ്പോഴേ നമുക്ക് കിട്ടുന്നതല്ല, നമ്മൾ അക്വയർ ചെയ്തെടുക്കുന്നതാണ്. അപ്പൊ ഇതാണെന്ത്? അതില് ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ, ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. കൊളസ്ട്രോൾ അതിലുള്ള ആന്റിബോഡി ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കൊളസ്ട്രോളിലുള്ള ആന്റിബോഡി ഏതാണ്? IgA ആണ്. ഓക്കെ, വാട്ട് ഇസ് ദ ഫംഗ്ഷൻ ഓഫ് ആന്റിജൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആന്റിജന്റെ ഫംഗ്ഷൻ എന്താണ്? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്നതാണ് ഇതിൽ ആന്റിജന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ട്രിഗർ ചെയ്യുന്നത്. ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു ചാപ്റ്ററും കൂടി ബാക്കിയുണ്ട്. ഒരൊറ്റ മിനിറ്റ് ഇപ്പൊ. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ഏതാണ്? മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ആണ്.
അപ്പം നമ്മുടെ ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സില് നമ്മുടെ വീട്ടില് ഈ ഒരു എന്തെങ്കിലും പ്രൊഡക്ട്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മൈക്രോബ്സിനെ ഏതൊക്കെ മൈക്രോബ്സിനാണ് യൂസ് ചെയ്തതെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് നമ്മുടെ തൈര് ഉണ്ടാക്കാൻ വേണ്ടി കേട് കേട് ഉണ്ടാക്കാൻ വേണ്ടി എന്തിനെ യൂസ് ചെയ്യുന്നുണ്ട് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ഒരു കേട് ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് ബാക്ടീരിയൽ ഫെർമെന്റേഷൻ ആണ് തന്നെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഇനോക്കുലം എന്ന് പറഞ്ഞിട്ടുള്ള ഇനോക്കുലം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിൽ സ്റ്റാർട്ടർ എന്നൊക്കെ പറയും. ഇനോക്കുലം സ്റ്റാർട്ടർ ആണ്. അവര് എന്താണ് ആ ഒരു ഇതിനെ നിയന്ത്രിക്കാനുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഒരു അല്ലെങ്കിൽ നടക്കാനുള്ള എന്തെങ്കിലും ഒന്ന് നമ്മൾ കൊടുക്കുന്നില്ലേ, ആ ഒരു സ്റ്റാർട്ടർ ആണ് ഇനോക്കുലം എന്ന് പറയുന്നത്. ഇവിടെ അത് വരുന്നത് എന്താണെന്ന് വെച്ചാല് ഓൾഡ് മിൽക്ക് ആണ്. സ്മോൾ എമൗണ്ട് ഓഫ് ഓൾഡ് മിൽക്ക്, ഓൾഡ് കേർഡ്, നമ്മുടെ പഴയ കേർഡ്, നമ്മുടെ തൈര് എന്ത് ചെയ്യും, ആദ്യമുള്ള തൈര് നമ്മൾ എന്ത് ചെയ്യും, പാലിലേക്ക് പാർന്ന് വെച്ചിട്ടല്ലേ നമ്മൾ പുതിയ തൈര് ഉണ്ടാക്കുന്നത്. അപ്പൊ അത് ഫ്രഷ് മിൽക്കിലേക്ക് പാരുകയാണ് ചെയ്യുന്നത്. അതാണ് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. അപ്പൊ ഇനോക്കുലം എന്ന് പറയുന്നത് എന്താണ്, അവിടെ നമ്മൾ ഓൾറെഡി ബാക്ടീരിയ ഒക്കെ പ്രസന്റ് ആയിട്ടുള്ള ആ ഒരു പഴയ ആദ്യമേ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ ആദ്യമേ ഉള്ള തൈരാണ് അവിടെ ഇനോക്കുലം എന്ന് പറയുന്നത്. അതിലുള്ള ആ ഒരു ഇനോക്കുലത്തിലുള്ള മൈക്രോബ്സ് ഏതാണ് അതിലുള്ളത്, ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞിട്ടുള്ള മൈക്രോബ് ബാക്ടീരിയ. അതിനെ നമ്മൾ കോമൺ ആയിട്ട് എന്താണ് പറയുന്നത്, ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്ന് പറയുന്നുള്ളതാണ്. അത് എന്ത് ചെയ്യും, അത് നമ്മുടെ മിൽക്കിനെ ഡൈജസ്റ്റ് ചെയ്ത് കൊയാഗുലേറ്റ് ചെയ്ത് അതിനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്ത് എന്താക്കും, നമ്മുടെ കേർഡായിട്ട് മാറ്റും. ഓക്കെ, അപ്പൊ ആരാണ് മാറ്റുന്നത്, ലാക്ടോബാസിലസ് എന്ന് പറഞ്ഞിട്ടുള്ള ബാക്ടീരിയ ആണ്. അതിനെ നമ്മൾ കോമൺ ആയിട്ട് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ എന്നും പറയുന്നുണ്ട്. അതാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഇത് കഴിക്കുന്നതുകൊണ്ടുള്ള അല്ലെങ്കിൽ ഇത് നമ്മൾ എടുക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാല് ന്യൂട്രീഷണൽ ക്വാളിറ്റി ഉണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വൈറ്റമിൻ B12 അതാണ്, വൈറ്റമിൻ B12 കിട്ടുന്നുണ്ട്. ഓക്കെ, അതിന്റെ അതുകൊണ്ട് തന്നെ ന്യൂട്രീഷണൽ ക്വാളിറ്റി കൂടുന്നുണ്ട്. സ്റ്റൊമക്കിലുള്ള എന്താണ് ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോബ്സിനെ അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ലാബ് അല്ലെങ്കിൽ ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മള് ഫെർമെന്റേഷനിൽ തന്നെ എന്തൊക്കെ ഫെർമെന്റേഷൻ നമ്മൾ ആക്കുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റൈസിന്റെ ഫ്ലോറും അതുപോലെ തന്നെ ബ്ലാക്ക് ഗ്രാം ഒക്കെ ഉപയോഗിച്ച് നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്, ദോശ ഇഡ്ഡലി ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അവിടെ ഒരു ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രെഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആ ഒരു ഇത് കുഴച്ച് വെക്കുന്ന ആ ഒരു ഇതിൽ, അപ്പം അതിലും എന്താണ് ഒരു ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടുഡി എന്നൊക്കെ പറയുന്ന ഡ്രിങ്ക്സ് ഉണ്ട്. ആ ഡ്രിങ്ക്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ പാം ട്രീസിന്റെ ഒക്കെ സാപ്പിന്റെ ഫെർമെന്റേഷൻ നടന്നിട്ടാണ് ടുഡി ഒക്കെ ഉണ്ടാക്കുന്നത്. ടുഡിയും പിന്നെ ട്രഡീഷണൽ ഫുഡ്സിലൊക്കെ നമ്മൾ എന്ത് നടക്കുന്നുണ്ട്, ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിഷ്, സോയാബീന്, ബാംബു ഷൂട്ട് ഇതിനൊക്കെ ഫെർമെന്റേഷൻ നടത്തുന്നുണ്ട്. ഇത് ഉപയോഗിച്ചിട്ട്, മൈക്രോബ്സിനെ ഉപയോഗിച്ചിട്ട്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ചീസ് ഉണ്ടാവാനും ചീസിന് ഫ്ലേവർ ഉണ്ടാവാനും ഒക്കെ മൈക്രോബ്സിനെ കൊണ്ട് ഇതാക്കുന്നുണ്ട്. അപ്പം ഹൗസ് ഹോൾഡ് പ്രൊഡക്റ്റില് നമ്മള് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാക്ടോബാസിലസ് ലാക്ടിക് ആസിഡ് ബാക്ടീരിയ ആണ്. ഫോർമേഷൻ ഓഫ് കേർഡിന്റെ ഫോർമേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ കേർഡിൽ വൈറ്റമിൻ B12 പ്രൊഡക്ഷന് അത് സഹായിക്കുന്നുണ്ട്. മിൽക്കിന്റെ പ്രോട്ടീനെ പാർഷ്യലി ഡൈജസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്റ്റൊമക്കിലുള്ള ഡിസീസ് കോസിംഗ് ആയിട്ടുള്ള മൈക്രോബ്സിന്റെ ഗ്രോത്തിനെ തടയാൻ ആര് സഹായിക്കുന്നുണ്ട്, ഈ ഒരു ലാക്ടോബാസിലസ് സഹായിക്കുന്നുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സാക്രോമൈസസ് സെർവീസി എന്ന് പറയുന്ന ബേക്കേഴ്സ് ഈസ്റ്റ് എന്താണത്, പഞ്ചൈ ആണത്, ഒരു ഫംഗസ് ആണ്. ഫെർമെന്റേഷൻ ഓഫ് ഡഫ് എന്താണ്, നമ്മുടെ ബ്രെഡ് ഉണ്ടാക്കാനുള്ള ഡോ ഇല്ലേ, അത് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനൊരു ഫെർമെന്റേഷൻ നടക്കുന്നുണ്ട്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, ബേക്കേഴ്സ് ഈസ്റ്റ് ആണ്. പിന്നെ പ്രൊപ്പിയോണി ബാക്ടീരിയം ഷർമാണി എന്ന് പറയുന്ന ബാക്ടീരിയ എന്തിന്,
സ്വിസ് ചീസിന്റെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നുണ്ട്. എന്താണ് സ്വിസ് ചീസിന്റെ പ്രിപ്പറേഷന് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിന്റെ എന്ന് പറയുമ്പോൾ ഇത് ഹൗസ് ഹോൾഡ് പ്രൊഡക്ട്സ് ആയിരുന്നു ഇതുവരെ നോക്കിയത്. ഇനി ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സിൽ ഏതിലൊക്കെ നമ്മൾ ഈ ഒരു മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫെർമെന്റഡ് ബീവറേജസ് ഉണ്ടാക്കാൻ തന്നെ യൂസ് ചെയ്യുന്നുണ്ട്. റിവേഴ്സ് ഈസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, സാക്രോമൈസസ് സെർവീസിയ എന്ന് പറയുന്ന റിവേഴ്സ് ഈസ്റ്റ് എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ സെറിയൽസിന് ഫ്രൂട്ട് ജ്യൂസസ് അതിനൊക്കെ ഇതാക്കിയിട്ട് ഫെർമെന്റ് ചെയ്തിട്ട് എന്താക്കാൻ എഥനോൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ആൽക്കഹോളിക് ഡ്രിങ്ക് നമുക്ക് കിട്ടുന്ന ആൽക്കഹോളിക് ഡ്രിങ്ക് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും, അതിനെ യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു റോ പ്രൊഡക്ട്സിനെയും അതുപോലെ തന്നെ ഏത് പ്രോസസ് ആണ് അതിന് യൂസ് ചെയ്തതുള്ളതനുസരിച്ചിട്ടും നമുക്ക് ഈ കിട്ടുന്ന ആൽക്കഹോളിക് ഡ്രിങ്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മള് ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ പ്യൂരിഫിക്കേഷൻ, ആ ഒരു ഇതിനെ പ്യൂരിഫൈ ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്യൂരിഫൈ ചെയ്യുന്നില്ല എങ്കിലോ ആ പ്രോസസ്സിനനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും, അൺഡിസ്റ്റിൽഡ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ അതിനെ വൈന് ബിയർ അതൊക്കെ എന്താണ് അൺഡിസ്റ്റിൽഡ് ആയിട്ട് കിട്ടുന്ന ആൾക്കാരാണ്. ഡിസ്റ്റിലേഷൻ നടത്തിയിട്ട് അതിന്റെ ഇതായിട്ട് വരുന്ന ആൾക്കാരൊക്കെയാണ് വിസ്കി, ബ്രാൻഡി, റം ഒക്കെ എന്താണ് ഡിസ്റ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഇനി ആന്റിബയോട്ടിക്സിന്റെ പ്രൊഡക്ഷൻ അതില് ഉണ്ടാകുന്നുണ്ട്. എന്തൊക്കെയാണ് മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്ന ആന്റിബയോട്ടിക് പ്രൊഡക്ഷനില്, നമ്മുടെ ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കുമ്പോൾ എന്താണ് അതില് നമ്മുടെ മൈക്രോബ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. ചില മൈക്രോബ്സിനെ കൊല്ലാൻ വേറെ മൈക്രോബ്സിനെ എന്ത് ചെയ്യും, നമ്മുടെ ആന്റിബോഡീസ് ആയിട്ട് അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് ആയിട്ട് യൂസ് ചെയ്യും. ആന്റിബയോട്ടിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പെൻസിലിൻ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ആന്റിബയോട്ടിക് ആണ് അല്ലെ. അത് എവിടെ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, പെൻസിലിയ കട്ടേറ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൽ നിന്നാണ് ഇതിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. ആരാണ് ഡിസ്കവർ ചെയ്തത്, അലക്സാണ്ടർ ഫ്ലമിംഗ് ആണ്. എന്തില് സ്റ്റെഫിലോകോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ വർക്ക് ചെയ്യുമ്പോഴാണ് എന്ത് നമ്മുടെ പെൻസിലിൻ നിന്ന് പെൻസിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റിബയോട്ടിക് ഉണ്ടാക്കിയിട്ടുള്ളത്, ഫസ്റ്റ് ആക്കിയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ആന്റിബയോട്ടിക് ഉണ്ടാക്കിയിട്ടുള്ളത് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഏർണസ്റ്റ് കെയ്ൻ ആൻഡ് ഹൊവാർഡ് ഫ്ലോമേ എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഫസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി കെമിക്കൽസ്, എൻസൈംസ് ആൻഡ് അതർ ബയോ ആക്റ്റീവ് മോളിക്യൂൾസ്, ഇതൊക്കെ നമ്മള് മൈക്രോബ്സിനെ വെച്ച് മൈക്രോബ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന കെമിക്കൽസ്, ഓർഗാനിക് ആസിഡ്സ്, ആൽക്കഹോൾസ് ഒക്കെ ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാല് സിട്രിക് ആസിഡ്, ഏത് ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ആസ്പെർജിലസ് നൈഗറിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. സിട്രിക് ആസിഡ് ഉണ്ടാക്കുന്നുണ്ട്, അതൊരു ഫംഗസ് ആണ്. ഓക്കെ, അസറ്റിക് ആസിഡ് അസറ്റൈൽ നിന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട്, അതൊരു ബാക്ടീരിയം ആണ്. ബ്യൂട്രിക് ആസിഡ് എന്തിൽ നിന്നാണ്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം എന്ന് പറഞ്ഞിട്ടുള്ളതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. മൈക്രോബ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേതാണ് ബാക്ടീരിയ ആണ്. ലാക്റ്റിക് ആസിഡ് ലാക്ടോബാസിലസ് ബാക്ടീരിയം ആണ്. പിന്നെ എഥനോൾ ഒക്കെ ആരാണ്, സാക്രോമൈസസ് സെർവീസിയ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്, അത് ഈസ്റ്റ് ആണ്. ഇനി എൻസൈംസ്, മൈക്രോബ്സ് ഹെൽപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ മൈക്രോബിയൽസിന് ഇതായിട്ട് ഉണ്ടാകുന്ന എൻസൈംസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാല് ലിപ്പേസസ് ആണ്. അതിന്റെ യൂസ് എന്താന്ന് വെച്ചാല് ഡിറ്റർജന്റിന്റെ ആ ഒരു ഫോർമുലേഷനിലാണ് ലിപ്പേസസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓയിലി സെയിൽസിനെയൊക്കെ റിമൂവ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ലിപ്പേസസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പെക്റ്റിനേസസും പ്രോട്ടിയേസസും എന്താണ്, ബോട്ടിൽഡ് ആയിട്ടുള്ള ജ്യൂസസിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പെക്റ്റിനേസസ് ആൻഡ് പ്രോട്ടിയേസസ്. പിന്നെ സ്ട്രെപ്റ്റോകൈനേസ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ്, ഏത് മൈക്രോബിൽ നിന്നാണ്, സ്ട്രെപ്റ്റോകോക്കസിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഹെൽപ്പ് ചെയ്യുന്നത്
ബാക്ടീരിയ ആണത്. എന്തിനാണ്? ബ്ലഡ് ആ ഒരു പേഷ്യൻസിന്റെ ബ്ലഡ് ക്ലോട്ടിങ് ഉണ്ടായിട്ടുള്ള ആ ഒരു പേഷ്യൻസിന്റെ അതിനെ ഡിസൊല്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ്, ബ്ലഡ് ക്ലോട്ടിങ് ഇതാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്, അതിനെ കുറയ്ക്കാൻ അല്ലെങ്കിൽ അതിന്റെ ഡിസൊല്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രെപ്റ്റോകൈനീസ് യൂസ് വരുന്നത്. ഇനി ബയോ ആക്റ്റീവ് മോളിക്യൂള് അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ നിന്ന് എന്താണ് എടുക്കുന്ന ലിവിങ് ആയിട്ടുള്ള ഇതെന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് മോളിക്യൂള്? ഇതാണ് സൈക്ലോസ്പോറിൻ എ എന്ന് പറയുന്നത് ഏത് മൈക്രോബാണ് ഇതാക്കുന്നത്? ട്രൈക്കോഡേർമ പോളിസ്പോറം എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതൊരു ഫംഗസ് ആണ്. എന്തിനാ ഹെൽപ്പ് ചെയ്യുന്നത് വെച്ചാല് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ നടത്തുന്ന പേഷ്യൻസിന്റെ ഇമ്മ്യൂണോ സപ്രസീവ് ഏജന്റ് ആയിട്ട് സൈക്ലോസ്പോറിനെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി സ്റ്റെയിൻസ് മൊണാസ്കസ് പപ്പറേസസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈസ്റ്റ് ആണ്. ബ്ലഡ് കൊളസ്ട്രോളിന്റെ ലെവലിനെ ലോവർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏജൻസ് ആയിട്ട് സ്റ്റെയിൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്റ്റേറ്റിൻസ് എന്താണ്? ഈസ്റ്റ് ആണ്. ഒരു മൊണാസ്കസ് പപ്പറേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈസ്റ്റ് ആണ് അതെന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ ബ്ലഡ് കൊളസ്ട്രോൾ ലെവലിനെ ലോവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഏജൻസ് ആയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സീവേജ് ട്രീറ്റ്മെന്റില് എങ്ങനെയാണ്? സീവേജ് എന്ന് പറയുന്നത് എന്താണ്? സിറ്റീസ് ടൗൺസിലൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റ് വാട്ടറിന്റെ ആ ഒരു അതിനെ ഇതാക്കുന്നതാണ് സീവേജ് സിസ്റ്റം അല്ലെങ്കിൽ ആ ഒരു സീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനെ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? അതിലുണ്ടാവുന്ന പ്രവർത്തനം ഇതാക്കിയിട്ട് നല്ലതായിട്ട് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി നമ്മൾ എന്ത് ചെയ്യും? അത് പുഴയിൽ ഇതാക്കിയിട്ട് ഒഴുക്കി വിടുകയാണ് ചെയ്യുക അല്ലെ? അപ്പം അതിലെന്ത് ചെയ്യണം? ഫസ്റ്റ് കുറെ ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തണം. അപ്പം അതിൽ എന്തുണ്ടാവും? കുറെ ഓർഗാനിക് മാറ്റേഴ്സ് ഉണ്ടാവും, മൈക്രോബ്സ് ഉണ്ടാവും, പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോബ്സ് അങ്ങനെയുള്ള, പിന്നെ ഓർഗാനിക് മാറ്റേഴ്സ് ഒക്കെ എന്തിലുണ്ടാവും? ഈ ഒരു സീവേജിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത് റിവറിൽ അല്ലെങ്കിൽ സ്ട്രീമിലേക്കൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് അതിൽ കുറെ റിയാക്ഷൻസ് ഇതൊക്കെ നടത്തിയിട്ട് ഇതിനെയൊക്കെ എലിമിനേറ്റ് ചെയ്തിട്ടേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ സീവേജ് വാട്ടറിനെ അതിനെ ട്രീറ്റ് ചെയ്യുന്ന എവിടെയാന്ന് വെച്ചാല് STPs അല്ലെങ്കിൽ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിലാണ്. അത് ലെസ് പൊല്യൂട്ടിങ് ആയിട്ടുള്ളതിനെയാണ് വെച്ചാൽ ഇപ്പൊ അത് പൊല്യൂട്ടൻസ് ആയിട്ടുള്ള കുറെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടർ അല്ലെങ്കിൽ ഇതായിരിക്കും. അപ്പം അതിനെ ലെസ് പൊല്യൂട്ടഡ് ആയിട്ട് മാറ്റിയിട്ട് എന്നിട്ടാണ് അത് റിവർ അല്ലെങ്കിൽ സ്ട്രീമിലേക്ക് കൊടുക്കുന്നത്. അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാല് അതിന് 2 സ്റ്റേജസ് ആണുള്ളത്. സ്റ്റേജ് 1 എന്ന് പറയുമ്പോൾ പ്രൈമറി ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം അതിലുള്ള മുകളിലുള്ള അതിന്റെ പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ടാവില്ലേ, ആ പാർട്ടിക്കിൾസിന്റെ ഒക്കെ ഫിൽട്രേഷൻ സെഡിമെന്റേഷൻ ഒക്കെ നടത്തുകയാണ് ചെയ്യുക. ഓക്കെ, റിമൂവൽ പാർട്ടിക്കിൾസിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്യുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പൊ ഫസ്റ്റ് ആണ് ആ റിമൂവ് ചെയ്യുന്നതിൽ ഫസ്റ്റ് സീക്വൻഷ്യൽ ഫിൽട്രേഷൻ ഉണ്ട്. അതിനെ ഫ്ലോട്ട് ചെയ്യുക, അതിലിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്ന ഡെബ്രിസിനൊക്കെ എന്ത് ചെയ്യാണ്? റിമൂവ് ചെയ്യുക. രണ്ടാമത് സെഡിമെന്റേഷൻ എന്ന് പറയും. സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞാല് സോയില് പിന്നെ ചെറിയ ചെറിയ പെബിൾസ് അതൊക്കെ എന്ത് ചെയ്യും? റിമൂവ് ചെയ്യും. സോളിഡ്സ് എന്ത് ചെയ്യും? ഉള്ളിൽ ഇങ്ങനെ താഴെ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് കിടക്കുന്നുണ്ടാവും. അതിനെ പ്രൈമറി സ്ലഡ്ജ് എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ ഈ ഫസ്റ്റ് സ്റ്റേജിൽ പ്രൈമറി ട്രീറ്റ്മെന്റിൽ നടക്കുന്ന സെഡിമെന്റേഷനിലുള്ള സോളിഡ്സ് താഴെ സെറ്റിൽ ചെയ്തിട്ടുള്ളതാണ്. അതിനെയാണ് പ്രൈമറി സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ആ പ്രൈമറി സ്ലഡ്ജ് അതിന്റെ മുകളിൽ എന്തുണ്ടാവും? എഫ്ലുവന്റ് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ നാറ്റന്റ് ഉണ്ടാവും. ലിക്വിഡ് ഫോമില് ബാക്കിയുള്ള ലിക്വിഡ് ഒക്കെ എന്തായിട്ടുണ്ടാവും? അതിന്റെ ആ ഒരു താഴെ സെറ്റിൽ ചെയ്തതിന്റെ മുകളില് എഫ്ലുവന്റ് എന്ന് പറഞ്ഞിട്ടുള്ള സൂപ്പർ നാറ്റന്റ് ലിക്വിഡ് ഫോമിൽ കിടക്കുന്നുണ്ടാവും. ഈ എഫ്ലുവന്റിനെയാണ് നമ്മുടെ എന്ത് ചെയ്യാം? സെക്കൻഡറി ട്രീറ്റ്മെന്റ് ചെയ്യാം. ഓക്കെ, ഈ എഫ്ലുവന്റിനെയാണ് നമ്മൾ ഇനി സെക്കൻഡറി ട്രീറ്റ്മെന്റ് ചെയ്യാം.
അപ്പൊ നമ്മുടെ സെക്കൻഡറി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആ എഫ്ലുവന്റിൽ എന്തൊക്കെ ഉണ്ടാവും, പാത്തോജൻസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അങ്ങനെയുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അതിനെയൊക്കെ ഡൈജസ്റ്റ് ചെയ്ത് കളയാണ് വേണ്ടത്. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യുന്നത് വെച്ചാല് agitation and aeration ആണ്. agitation and aeration. The primary effluent is agitated and aerated. So നമ്മുടെ എയറോബിക് ആയിട്ടുള്ള മൈക്രോബ്സിനെ എന്ത് ചെയ്യും, ഒരു ഫ്ലോക്സ് ആക്കിയിട്ട് എന്ത് ചെയ്യും, മാറ്റും. എന്നുവെച്ചാല് ഫംഗൽ ഫിലമെന്റ്സ് ഒക്കെ ഫോം ചെയ്ത് ഒരു മെഷ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ആയിട്ട് മാറും. എന്നുവെച്ചാൽ എയറോബിക് മൈക്രോബ്സ് എല്ലാം ഒരു ഫ്ലോക്കിൽ ഒറ്റതായിട്ട് ഇങ്ങനെ കട്ടയായിട്ട് നിൽക്കുന്നതാണ് എന്ത്, പ്രൈമറി എഫ്ലുവന്റിനെ നമ്മൾ അജിറ്റേറ്റഡ് ആൻഡ് എയറേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ ഒരു മൈക്രോബ്സ് എന്താവും, ഫ്ലോക്സ് ആയിട്ട് മൈക്രോബ്സ് എല്ലാം ഒരു ഇതിലിങ്ങനെ അടിഞ്ഞു നിൽക്കും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്സിഡേഷൻ ബൈ എയറോബിക് ബാക്ടീരിയ ആണ്. ഓർഗാനിക് മാറ്റർ, എഫ്ലുവന്റിലുള്ള ഓർഗാനിക് മാറ്റർ എന്ത് ചെയ്യും, ഓക്സിഡൈസ്ഡ് ബൈ ഓർഗാനിക് ബാക്ടീരിയ എയറോബിക് ബാക്ടീരിയ വെച്ചിട്ട് എന്ത് ചെയ്യും, ഓക്സിഡൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ്ഡ് ചെയ്യും. അങ്ങനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്താണ്, ഈ ഒരു BOD എന്ന് പറയുന്ന ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ത് ചെയ്യും, കുറയും. ഈ ഒരു ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറഞ്ഞാല് എന്താ വെച്ചാല് നമ്മുടെ ഒരു വാട്ടറിൽ അല്ലെങ്കിൽ ആ ഒരു ഇതില് ഒരു പെർട്ടിക്കുലർ ടൈം മുതൽ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിന്റെ ഇടയില് നമ്മുടെ ബാക്ടീരിയാസ് എത്ര ഓക്സിജൻ എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്ത്, ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ the amount of O2 that we consumed if all the organic matter in 1 liter of water were oxidized by bacteria. ഈ ബാക്ടീരിയാസ് ഈ ഓക്സിഡൈസേഷൻ നടക്കുന്നുണ്ടല്ലോ, ഓക്സിഡൈസ് ചെയ്യുന്നുണ്ടല്ലോ, ആ സമയത്ത് അവര് യൂസ് ചെയ്യുന്ന ഓക്സിജന്റെ അളവാണ് ഈ ഒരു BOD എന്ന് പറയുന്നത്. 1 liter ഓഫ് വാട്ടറിൽ ഈ ഒരു ബാക്ടീരിയാസ് എത്ര ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട് അവര് ഈ ഓക്സിഡേഷൻ, ഓർഗാനിക് മാറ്ററിന്റെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ എന്നുള്ളതാണ് എന്ത്, ഈ ഒരു BOD എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സീവേജ് വാട്ടർ ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ബയോകെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അവര് യൂസ് ചെയ്യുന്ന അത്രയും എന്താണ് എമൗണ്ട് ഓഫ് O2 ആണ്. അപ്പൊ അവർക്ക് അത്രയും O2 യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും ഓർഗാനിക് മാറ്റർ അതിലുണ്ടാവും അല്ലെ. അവർക്ക് അത്രയും ഓക്സിഡേഷൻ നടത്തേണ്ടി വരും, അത്രയും ഓർഗാനിക് മാറ്റർ അതിലുണ്ടാവും. അപ്പൊ ലെസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള അതില് അവർക്ക് ഓക്സിഡേഷൻ നടത്തേണ്ട അളവും കുറവായിരിക്കും, യൂസ് ചെയ്യേണ്ട O2 എന്തായിരിക്കും, കുറവായിരിക്കും. പക്ഷെ മോർ പൊല്യൂട്ടഡ് ആയിട്ടുള്ളതിൽ അതിൽ ഓക്സിഡേഷൻ നടത്തണമെങ്കിലും അതിൽ അവർ യൂസ് ചെയ്യുന്ന ഓക്സിജൻ അളവ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ BOD കൂടുന്നതിനനുസരിച്ച് എന്താണ്, BOD കൂടുന്നതിനനുസരിച്ച് ആ വാട്ടർ മോർ പൊല്യൂട്ടഡ് ആയിരിക്കും. BOD കുറയുന്നതിനനുസരിച്ച് പൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ള വാട്ടർ ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം ഒരു ക്ലീൻ വാട്ടറിൽ എന്താണ് ഒരു 5 ppm എന്നുള്ള അളവിനെക്കാട്ടും കുറഞ്ഞ അളവിലായിരിക്കും എന്തുണ്ടാവുക, BOD കിടക്കുക, BODന്റെ വാല്യൂ കിടക്കുക. മോർ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വാട്ടറിൽ എന്തായിരിക്കും, ഒരു 17 ppm മുകളിൽ അല്ലെങ്കിൽ ആ അളവിന് മുകളിലായിരിക്കും എന്താ BODന്റെ വാല്യൂ ഉണ്ടാവുക. ഇനി നെക്സ്റ്റ് ഈ ഒരു എഫ്ലുവന്റ് എന്ത് ചെയ്യും, സെഡിമെന്റേഷൻ എന്ന് പറഞ്ഞുള്ള പ്രോസസ്സാണ് നടക്കുന്നത്. ഈ എഫ്ലുവന്റ് എന്ത് ചെയ്യും, ഒരു സെറ്റിംഗ് ടാങ്കിലേക്ക് പോകും. ഈ ബാക്ടീരിയൽ ഫ്ലോക്സിലേക്ക് ഉണ്ടായിട്ടുള്ള ബാക്ടീരിയൽ ഫ്ലോക്സിന് എന്ത് ചെയ്യും, സെഡിമെന്റ് ചെയ്യിക്കും. ഓക്കെ, അതിനെയാണ് ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത്. ഈ ബാക്ടീരിയൽ ഫ്ലോക്സിന് എന്ത് ചെയ്യും, സെഡിമെന്റ് ചെയ്യിക്കും. അതിനെ ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുമ്പോൾ പ്രൈമറി സ്ലഡ്ജ് എവിടെയാണ്, ആ പ്രൈമറി ആയിട്ടുള്ള ട്രീറ്റ്മെന്റിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ ഉണ്ടാകുന്നത് ഏതാണ്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ആണ്. ഓക്കെ, അങ്ങനെ ഈ ഒരു ആക്ടിവേറ്റഡ് സ്ലഡ്ജ് എന്ന് പറയുന്നത് എന്താണ്, ബാക്ടീരിയൽ ഫ്ലോക്സ് ആണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു ചെറിയ ഭാഗം എന്ത് ചെയ്യും, ഇനോക്കുലമായിട്ട് നമ്മുടെ ഫസ്റ്റ് ആ ഒരു എയറേഷൻ ടാങ്കിലേക്ക് തന്നെ പമ്പ് ചെയ്തിട്ട് വിടും. ഓക്കെ, എയറേഷൻ ടാങ്കിലേക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ആക്ടിവേഷൻ സ്ലഡ്ജിന്റെ ചെറിയൊരു ഭാഗം അതിൽ എന്താണുള്ളത്,
ബാക്ടീരിയൽ പ്രോസസ് ആണുള്ള ചെറിയ ഭാഗം എന്ത് ചെയ്യും, ആ ഒരു എയറേഷൻ ടാങ്കിലേക്ക് തന്നെ പമ്പ് ചെയ്ത് വിടും. എന്തിനാണ്? അത് ഇനോക്കുലമായിട്ട് ആ ഒരു പ്രോസസ്സിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, മോളിക്യൂൾസിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഓക്സിഡേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം? എയറോബിക് ബാക്ടീരിയ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഇതിന്റെ പ്രോസസ്സിന്റെ ഒക്കെ എന്തായിട്ട് മാറ്റാൻ, ഇനോക്കുലമായിട്ട് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു സെഡിമെന്റേഷന്റെ സെഡിമെന്റ് ആയിട്ടുള്ള ആക്ടിവേറ്റഡ് സ്ലഡ്ജിന്റെ ഒരു ഭാഗം നമ്മൾ എയറേഷൻ ടാങ്കിലേക്ക് തിരിച്ചു കൊടുക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ ട്രീറ്റ്മെന്റ് വിത്ത് അൺഎയറോബിക് ബാക്ടീരിയ ആണ്. റിമൈനിങ് ആയിട്ടുള്ള മേജർ പാർട്ട് ഓഫ് ദ സ്ലഡ്ജ് എന്ത് ചെയ്യും? ഒരു ലാർജ് ടാങ്കിലേക്ക് പമ്പ് ചെയ്തിട്ട് അൺഎയറോബിക് ആയിട്ടുള്ള സ്ലഡ്ജ് എന്താണ് ഡൈജസ്റ്റേഴ്സ്. ഓക്കെ, അൺഎയറോബിക് ആയിട്ടുള്ള സ്ലഡ്ജ് ഡൈജസ്റ്റേഴ്സ് ഇതാക്കും. അൺഎയറോബിക് ബാക്ടീരിയനെ കൊണ്ട് എന്ത് ചെയ്യും? ട്രീറ്റ്മെന്റ് ചെയ്യിക്കും. ഈ ഒരു ഡൈജഷന്റെ സമയത്ത് എന്തുണ്ടാവും? ബാക്ടീരിയ പ്രൊഡ്യൂസ് ബയോഗ്യാസ്. ഈ ഒരു ഡൈജഷന്റെ സമയത്താണ് ബയോഗ്യാസ് ഉണ്ടാകുന്നത്. ഇനി ബാക്കിയുള്ള ഈ ഒരു ട്രീറ്റ്മെന്റ് അൺഎയറോബിക് ബാക്ടീരിയ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള എഫ്ലുവന്റ് എന്ത് ചെയ്യും? സ്ട്രീംസിലേക്ക് ഒഴുകിവിടും. ഇതാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് അല്ലെങ്കിൽ അതെന്ന് പറയുന്നത്. ഓക്കെ, സീക്വൻഷ്യൽ പ്രീഫിൽട്രേഷൻ നടക്കും. ഫസ്റ്റ് സെഡിമെന്റേഷൻ നടക്കും. പ്രൈമറി സ്ലഡ്ജ് ഇതായിട്ട് മാറും. എന്നിട്ട് അതെന്താവും? എയറേഷൻ ടാങ്ക്, സെറ്റിലിംഗ് ടാങ്ക്, ആക്ടിവേറ്റഡ് സ്ലഡ്ജ് ഉണ്ടാവും. പിന്നെ അൺഎയറോബിക് ആയിട്ടുള്ള സ്ലഡ്ജ് ഡൈജസ്റ്റർ ഇതാക്കിയിട്ട് ഫിൽട്രേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് അവസാനത്തെ ഫിൽട്രേഷൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവിടുന്ന് ബയോഗ്യാസ് ഉണ്ടാവുന്നുണ്ട്. എഫ്ലുവന്റ് പുറത്തെ റിവറിലേക്ക് ഇതിലേക്ക് കൊടുക്കും. പ്രൊഡക്ഷൻ ഓഫ് ബയോഗ്യാസ് എന്ന് പറയുമ്പോൾ ബയോഗ്യാസ് എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ്. ഏതൊക്കെയാണ്? CH4 ഉണ്ട്. 50 to 70% ഓഫ് CH4 ആണ് വരുന്നത്. പിന്നെ CO2 ഉണ്ട്. CO2 25 to 35% ആണുള്ളത്. പിന്നെ H2S ഉണ്ട്. 1 to 5% H2S ഉണ്ട്. അത് മൈക്രോബിയൽ ആക്ടിവിറ്റിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ബയോഗ്യാസ് കിട്ടുന്നത്. മെത്തനോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെർട്ടൈൻ ബാക്ടീരിയ ആണ്. അതെന്താണ്? അൺഎയറോബിക്കലി ഓക്സിജൻ ഇല്ലാതെ ക്രോ ചെയ്തിട്ട് സെല്ലുലോസിക് മെറ്റീരിയലിൽ ക്രോ ചെയ്യും. ഓക്കെ, എന്താണ് മെത്തനോജൻസ് എന്ന് പറയുന്നത്? സെർട്ടൈൻ ബാക്ടീരിയാസ് ആണ്. അവർ അൺഎയറോബിക്കലി ഓക്സിജന്റെ സഹായം ഇല്ലാതെ തന്നെ സെല്ലുലോസിക് മെറ്റീരിയലൊക്കെ എന്ത് ചെയ്യും? സെല്ലുലോസിക് മെറ്റീരിയലൊക്കെ ഗ്രോ ചെയ്യും. എന്നിട്ട് എന്തുണ്ടാക്കും? ബയോഗ്യാസ് ഉണ്ടാക്കും. അവരുണ്ടാക്കുന്ന ബയോഗ്യാസ് മെത്തനോബാക്ടീരിയം. മെത്തനോബാക്ടീരിയം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാറ്റിലിന്റെ സ്റ്റൊമക്കിലുള്ള ഇതാണ് എന്താ മെത്തനോബാക്ടീരിയ എന്ന് പറയുന്ന ബാക്ടീരിയ. മെത്തനോബാക്ടീരിയ എന്ന് പറയുന്നത്. മെത്തനോജൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയസ് ആണ്. അവരെങ്ങനെയാണ് അനൈറോബിക്കലി ഗ്രോ ചെയ്യും ഇവിടെ സെല്ലുലോസിക് മെറ്റീരിയൽസ് എന്നിട്ട് ബയോഗ്യാസ് ഉണ്ടാക്കും. അപ്പൊ കാറ്റിലിന്റെ സ്റ്റൊമക്കിലുള്ളത് ഏതാണ്? മെത്തനോബാക്ടീരിയം ആണ്. അപ്പൊ ഈ കാറ്റിലിന്റെ ഡെങ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എന്താണ്? അതില് മെത്തനോബാക്ടീരിയത്തിന് നമുക്ക് കുറേ കാണാൻ പറ്റും. ഇത് എന്തിന് സഹായിക്കും? ബയോഗ്യാസ് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. കാറ്റിലിന്റെ ഡെങ്ങില് നമുക്ക് എന്ത് കാണാൻ പറ്റും? മെത്തനോബാക്ടീരിയം കാണാൻ പറ്റും. ഈ മെത്തനോബാക്ടീരിയം എന്തുണ്ടാക്കാൻ? ബയോഗ്യാസ് ഉണ്ടാക്കാൻ സഹായിക്കും. ഓക്കെ, ഈ ബയോഗ്യാസ് എന്തിനൊക്കെ യൂസ് ചെയ്യാം? ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാം. കുക്കിംഗ്, ലൈറ്റിംഗ് ഇതിനൊക്കെ നമുക്ക് ഫ്യൂവൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഒരു ബയോഗ്യാസ് പ്ലാന്റ് ആണ്. ഒരു ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാല് അത് ഇൻലെറ്റ് പൈപ്പ് കാണാൻ പറ്റും. നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഒരു ഇൻലെറ്റ് പൈപ്പ് കാണാൻ പറ്റും, ട്രാൻസിസ്റ്റർ കാണാൻ പറ്റും, ഫ്ലോട്ടിംഗ് കവർ കാണാൻ പറ്റും, ഔട്ട്ലെറ്റ് 1 ആൻഡ് ഔട്ട്ലെറ്റ് 2. ഇൻലെറ്റ് പൈപ്പ് എന്ന് പറയുമ്പോൾ വെള്ളം അല്ലെങ്കിൽ വാട്ടർ പിന്നെ വാട്ടറും കൂടിയിട്ടുള്ള മിക്സ്ചർ ഇല്ലേ? 1:1 റേഷ്യോയില് ഡെങ് അതുപോലെ തന്നെ
വാട്ടർ മിക്സ്ചർ, അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ആ മിക്സ്ചർ എന്ത് ചെയ്യും? ഇൻലെറ്റ് പൈപ്പാണ് റിസീവ് ചെയ്യുന്നത്. പിന്നെ ഡൈജസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എന്താണ്? ഒരു 10 to 15 ഫീറ്റ് ഡീപ്പ് ആയിട്ടുള്ള ഒരു കോൺക്രീറ്റ് ടാങ്ക് ആണത്. 10 to 15 ഫീറ്റ് ഡീപ്പ് ആയിട്ടുള്ള കോൺക്രീറ്റ് ടാങ്ക് ആണ് ഡൈജസ്റ്റർ എന്ന് പറയുന്നത്. ബയോ വേസ്റ്റ് ഒക്കെ എവിടെയാണ് കളക്ട് ചെയ്യുന്നത്? ബയോ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഡെങ്ങിന്റെ ഇത് ആക്കുന്നതൊക്കെ എവിടെയാണ്? ഈ ഒരു ഡൈജസ്റ്ററിന്റെ ഇതിലാണ്. ഓക്കെ. പിന്നെ ഫ്ലോട്ടിംഗ് കവർ എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ്? ഈ ഒരു സ്ലറിന്റെ മുകളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള കവറാണ് ഫ്ലോട്ടിംഗ് കവർ എന്ന് പറയുന്നത്. ഈ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ആ ഒരു കവർ എന്ത് ചെയ്യും? ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. മൈക്രോബിയൽ ആക്ടിവിറ്റിന്റെ ഫലമായിട്ട് അതിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലിട്ടിട്ടുള്ള ആ ഒരു കവർ എന്ത് ചെയ്യും? അത് ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഔട്ട്ലെറ്റ് 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഒരു പൈപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ബയോഗ്യാസിന്റെ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഔട്ട്ലെറ്റ് 2 എന്തിനാണ്? അതിലുള്ള സ്ലറി റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് എന്ത് ചെയ്യാം? ഫെർട്ടിലൈസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതിന്റെ ബാക്കി ഉണ്ടാകുന്ന സ്ലറി ഇല്ലേ, അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്ലെറ്റ് 2 ഉള്ളത്. അതിന് നമുക്ക് ഫെർട്ടിലൈസർ ആയിട്ട് യൂസ് ചെയ്യാം. ഇന്ത്യയിൽ ഈ ഒരു ബയോഗ്യാസ് പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ആരാണെന്ന് വെച്ചാല് ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അതിന് IARI എന്നാണ് പറയുന്നത്. IARI എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ആൻഡ് ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ, ഇവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള KVIC, ഇവരൊക്കെയാണ് എന്ത് നമ്മുടെ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷൻ ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യാൻ പ്രയത്നിച്ചിട്ടുള്ളത്. പിന്നെ ബയോ കൺട്രോൾ ഏജൻസ് എന്ന് പറഞ്ഞിട്ട് എന്താണ്? പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറൽ പ്രെഡേറ്റേഴ്സ് ആയിട്ട് ആരെ യൂസ് ചെയ്യുന്നുണ്ട്? ബയോളജിക്കൽ അല്ലെങ്കിൽ മൈക്രോബ്സ് ആ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ ബയോ കൺട്രോളിങ് ഏജൻസ് ആയിട്ട് മൈക്രോബ്സിനെ യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ടോക്സിക് കെമിക്കൽസ് അല്ലെങ്കിൽ പെസ്റ്റിസൈഡ്സിനെ യൂസ് അതുകൊണ്ടുണ്ടാകുന്ന പൊല്യൂഷൻസ് ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഓക്കെ. അപ്പം ഏജൻസ് ആ സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള ഏജൻസിന് ഓരോ സ്പീഷീസിനും സ്പെസിഫിക് ആയിട്ടുള്ള ബയോ കൺട്രോളിങ് ഏജൻസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ. അതുകൊണ്ട് തന്നെ അതല്ലാത്ത വേറെ ആൾക്കാരെ, വേറെ സ്പീഷീസിനെ എന്ത് ചെയ്യില്ല? അറ്റാക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിക്ക് അത് പ്രശ്നം ഉണ്ടാക്കില്ല. അപ്പൊ നമ്മള് നോക്കുവാണെങ്കിൽ ഏജൻസ് നമ്മൾ യൂസ് ചെയ്യുന്ന ബയോ കൺട്രോൾ ഏജൻസ്, ലേഡി ബേർഡ് എന്തിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്? അഫിഡ്സിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഡ്രാഗൺ ഫ്ലൈസ് മോസ്കിറ്റോസിനെയാണ് കൺട്രോൾ ചെയ്യുന്നത്. ബാസിലസ് തുറിഞ്ചിയൻസിസ് BT എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ കാറ്റർപില്ലേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇതാക്കുന്നുണ്ട്. പിന്നെ ട്രൈക്കോഡർമ റൂട്ടിൽ കാണുന്ന ഫംഗൈയാണ്, ഫംഗസ് ആണ് റൂട്ടിൽ കാണുന്ന. അതെന്തിനാണ്? പ്ലാന്റ് പാത്തോജൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ? ബാക്ടീരിയോ വൈറസിന്റെ ഇതിൽ വരുന്ന ന്യൂക്ലിയോ പോളി ഹെഡ്രോ വൈറസ്. ഓക്കെ. ന്യൂക്ലിയോ പോളി ഹെഡ്രോ വൈറസ് ആയിട്ടുള്ള ബാക്ടീരിയോ വൈറസിന്റെ ഗ്രൂപ്പിൽ പെടുന്ന ആൾക്കാരാണ്. അവരെന്തിനെയാണ്? ഇൻസെക്ട്സിനെയും ബാക്കിയുള്ള ആർത്രോപോഡ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇൻസെക്ട്സിനെയും ബാക്കിയുള്ള ആർത്രോപോഡ്സിനെയും ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് ഓർഗാനിസംസ് ദാറ്റ് എൻറിച്ച് ദ ന്യൂട്രിയന്റ് ക്വാളിറ്റി ഓഫ് സോയിലിന്റെ ന്യൂട്രിയന്റ് ക്വാളിറ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് നമ്മൾ ഈ ഒരു ഇതിനെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിൽ നിന്ന് വരുന്നത് എങ്ങനെയാണ്? ഏതൊക്കെയാണുള്ളത്? റൈസോബിയം ഉണ്ട്. റൈസോബിയം എന്ന് പറയുന്നത് ലെഗ്യുമിനസ് പ്ലാന്റിന്റെ റൂട്ട്സിൽ ബാക്ടീരിയൽ സിംബയോൺസ്, ഒരു സിംബയോട്ടിക് അസോസിയേഷൻ ആണ് റൈസോബിയം. എന്താണ്? ബാക്ടീരിയം എന്താണ്? ലെഗ്യുമിനസ് പ്ലാന്റിന്റെ റൂട്ട്സിൽ വന്നിട്ട് ഒരു അസോസിയേഷൻ ഉണ്ടാക്കുന്നതാണ് അല്ലെ.
അപ്പൊ ആ റൈസോബിയം എന്താണ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നുണ്ട്. എന്തിനു സഹായിക്കുന്നുണ്ട്? നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നുണ്ട്. പിന്നെ അസോസ്പൈറലവും എന്താണ് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നുണ്ട്. പിന്നെ അസെറ്റോബാക്ടർ ഫ്രീ ലിവിംഗ് ആണത്. അസെറ്റോബാക്ടറും എന്തിനു സഹായിക്കുന്നുണ്ട്? നൈട്രജൻ ഫിക്സ് ചെയ്യാനാണ് സഹായിക്കുന്നത്. ഇനി സയനോബാക്ടീരിയാസ് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അനാബിന, നോസ്റ്റോക്ക്, ഓസിലേറ്ററിയ എന്നൊക്കെ പറയുന്നത് സയനോബാക്ടീരിയാസ് ആണ്. അവര് നൈട്രജൻ ഫിക്സേഷന് മാത്രമല്ല എന്തിനു സഹായിക്കുന്നുണ്ട്? ഓർഗാനിക് മാറ്റർ സോയിലിലേക്ക് ഓർഗാനിക് മാറ്റർ ആഡ് ചെയ്യാനും ഫെർട്ടിലിറ്റി കൂട്ടാനും ഒക്കെ ആര് സഹായിക്കുന്നുണ്ട്? ഈ ഒരു സയനോബാക്ടീരിയാസ് സഹായിക്കുന്നുണ്ട്. അനാബിന, നോസ്റ്റോക്ക്, ഓസിലേറ്റേറിയ പറഞ്ഞിട്ടുള്ളവരൊക്കെ. ഇനി അടുത്ത എന്താണ്? മൈക്കോറൈസ ആണ്. മൈക്കോറൈസ എന്ന് പറഞ്ഞാല് ഫംഗൽ സിംബയോൺസ് ആണ്. ഫംഗൽ സിംബയോട്ടിക് അസോസിയേഷൻ ഗ്ലോമസ് ഫംഗൽ സിംബയോട്ടിക് അസോസിയേഷൻ ആണ് ഇത് മൈക്കോറൈസ എന്ന് പറയുന്നത്. ഓക്കെ, അതെന്താണ്? ഫോസ്ഫറസ് ഫിക്സ് ചെയ്യാനും അതുപോലെ തന്നെ അതിന് വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. എന്താണ്? റൂട്ട് ബോൺ ആയിട്ടുള്ള പാത്തോജൻസിന്റെ റെസിസ്റ്റൻസ് ഉണ്ട്. ഫോസ്ഫറസിന്റെ ഫിക്സേഷൻ നടക്കുന്നുണ്ട്. റൂട്ട് ബോൺ ആയിട്ടുള്ള പാത്തോജൻസിന്റെ റെസിസ്റ്റൻസ് നടക്കുന്നുണ്ട്. തലയിലിറ്റി പിന്നെ ഡ്രോട്ട് ഒക്കെ വരികയാണെങ്കിൽ അതിനെ ടോളറേറ്റ് ചെയ്യാനുള്ള അതിന്റെ ടോളറൻസ് കൊടുക്കുന്നുണ്ട്. പ്ലാന്റിന്റെ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡെവലപ്മെന്റും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പ്ലാന്റിന്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മൈക്കോറൈസ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിൽ വരുന്നത് ബയോ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളതിൽ. Bio fertilizers are living organisms that എന്തൊക്കെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ ഇൻക്രീസ് സോയിൽ ന്യൂട്രിയൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഒപ്റ്റിമൈസ് എക്കോളജിക്കൽ അഡ്വാൻറ്റേജസ് ഒപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. എൻവയോൺമെന്റിലുള്ള റിസ്ക്കും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം നാലാമത്തതാണ് അതിന് ആസ്ട്രായിട്ട് വരുന്നത്. ഇതെല്ലാം ചെയ്യുന്നുണ്ട്. ബയോ ഫെർട്ടിലൈസേഴ്സ് ചെയ്യുന്നുണ്ട്. What do we refer as the bacteria that produces biogas as a whole? ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയാസിനെ നമ്മൾ ഹോൾ ആയിട്ട് എന്താണ് വിളിക്കുന്നത്? മെത്തനോജൻസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, പിന്നെ എന്താണ് IARIയുടെ ഫുൾ നെയിം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. Soil particles that stay sensitive during the first stage of sewage treatment are referred to as എന്താണ് primary slides എന്നാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റേജിൽ സെറ്റിൽ ചെയ്യുന്ന സോളിഡ് പാർട്ടിക്കിൾസിനെ. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു മൈക്രോബ്സിന്റെ ചാപ്റ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്നത്തോടെ ചാപ്റ്റേഴ്സ് മുഴുവൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ടൈം കുറച്ച് കൂടുതലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? വൈൻഡപ്പ് ചെയ്യാം.